ഇപ്പൊ കണ്ടു, ആയത്ത് നേരത്തെ തന്നെ ഓതിയിട്ടുണ്ട്. എന്തൊരു കഷ്ടാണ് പഠിച്ചോനെ. ഏത് ആയത്ത്? അല്ലല്ലാത്തവൻ ദുആ കേൾക്കുന്ന ആയത്തുണ്ട് അത്രേ. അല്ലാഹു അല്ലാത്തവൻ ദുആ കേൾക്കുന്ന ആയത്തുണ്ട് എന്ന്. അപ്പൊ എന്തിനാ അല്ലാഹ് ഖുർആൻ ഇറക്കിയത്? അല്ലാഹ് ഖുർആൻ ഇറക്കിയത് എന്തിനാ? അബൂജഹലിന്റെ വിശ്വാസം അല്ലാഹ് മാത്രമേ ദുആ കേൾക്കുള്ളൂ. അപ്പൊ ഓനെ പഠിപ്പിക്കായി അതിലട്ട് അബൂജഹലെ അല്ലല്ലാത്തവൻ ദുആ കേൾക്കും. ഒരു 5-6 ആയത്ത് പിടിച്ചോ. ഇതിനാണ് ഖുർആൻ ഇറങ്ങിയത്? ഇതിനാ ഖുർആൻ ഇറങ്ങിയത്? എന്നിട്ട് ഫൈസൽ മുസ്ലിയാർ ഓതി ആയത്ത് ഞാൻ കേൾപ്പിച്ചല്ലോ. അതെന്താ? മലക്കിനെ വിളിച്ച് തേടിയ മനുഷ്യന്മാര് നാളെ പരലോകത്ത് വരുന്നു. അല്ലാഹ് ചോദിക്കുന്നു, നിങ്ങളല്ലേ ഇവർ ആരാധിച്ചത്? അപ്പൊ മലക്കുകൾ ഇപ്പൊ ഞങ്ങൾ ആരാധിച്ചിട്ടില്ല, ഒരു ജിന്നിനെ ആരാധിച്ചത്, ജിന്നിനെ ആരാധിച്ചത് എന്ന് മലക്കുകൾ പറയും. അപ്പൊ കേട്ടിട്ടല്ലേ? അതിനാണ് കായക്കൊടി പറഞ്ഞത്. ബാഹ്യമായ കേൾവിയുണ്ട്, ബാഹ്യമായ വിളി കേൾക്കുമെന്ന് പറഞ്ഞാൽ അവിടെയാ ദുആ കേൾക്കുക. അതല്ല ഉദ്ദേശം. ഇയാൾക്ക് ദുആ എന്താന്ന് തിരിഞ്ഞില്ല, പിന്നെ ദുആ കേൾക്കുക എന്താ തിരിയല്? ദുആ എന്താന്നല്ല കൺഫ്യൂഷല്ല. അപ്പൊ മനുഷ്യ കഴിവും സൃഷ്ടി കഴിവും ഈ അവസ്ഥയിൽ മാത്രം വേണോ വേണ്ടേ? അവിടെ എപ്പോ ഇയാൾ ടെസ്റ്റ് എടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ സമീഉ ദുആ എന്തെന്ന് മുപ്പിക്ക് തിരിയില്ല. ഉറപ്പാ. ലോകത്തെ ആരെ വിളിച്ചാലും ശൈത്വാനാണ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അത് ദുആക്കുത്തരല്ല, അത് ദുആക്കുത്തരല്ല. മുഹീദ്ദീൻ ശൈഖെ വിളിച്ചിട്ട് മുഹീദ്ദീൻ ശൈഖ് ഹാജരായി എന്ന് ഒരു ഖുറാഫി പറയുന്നുവെങ്കിൽ ഒന്നുകിൽ പള്ളിക്കല മോദൽ ലൈറ്റ് ഓഫാക്കി തക്കത്തിന് അവിടെ കയറി ശൈഖായി ചവിട്ടി പോയി. ഇനി അതൊന്നല്ല, ലൈറ്റ് ഇട്ടു, ഈ മുസ്ലിയാർ ഒന്നുമല്ല, നേരെ ഇറങ്ങി വന്നു ശൈഖ് എന്ന് പറഞ്ഞാലും വന്നത് മുഹീദ്ദീൻ ശൈഖ് അല്ല, ശൈത്താനാണ്. ശൈത്താന റബ്ബല്ലാത്തവനെ വിളിക്കുന്നുണ്ടോ നോക്കിയെടുക്കാൻ പോവാന് ആ ചാൻസ് ഉപയോഗിക്കാൻ വേണ്ടി. റബ്ബല്ലാത്തവരേക്കൊന്ന് മനസ്സ് തിരിഞ്ഞു കിട്ടിയാൽ ശൈത്താൻ അതേ ആവശ്യമുള്ളൂ. ശൈത്താന് ഓനെ വിളിച്ചോണമെന്നില്ല, റബ്ബല്ലാത്ത ആരെങ്കിലും വിളിച്ചാൽ മതി. കാരണം ശിർക്കിലായല്ലോ, നരകത്തിക്കായല്ലോ, ശൈത്താൻ അത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് ജാണത്തിൽ പോയി തേടുന്നോന് തങ്ങളെ സ്വപ്നം കണ്ട് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഓന് പരിഹാരമായി എന്ന് പറയുന്നു. അത് തങ്ങളല്ല, ശൈത്താനാണ്. ശൈത്താന. കാന്തപുരം എന്താ പറഞ്ഞത്? പകരെന്താ പറഞ്ഞത്? റസൂലാണ് സ്വപ്നം കണ്ടൂന. ഒന്നുകിൽ കളവ് കണ്ടിട്ടുണ്ടെങ്കിൽ റസൂലയല്ല, ശൈത്താനെയാ കണ്ടത്. അപ്പൊ ഹദീസിലുണ്ടല്ലോ റസൂലിന്റെ രൂപത്തിൽ ശൈത്താൻ വരൂല. അതെ, റസൂലിന്റെ രൂപത്തിൽ വരൂല, അല്ലാത്ത രൂപത്തിൽ വരും. ഞാൻ റസൂലാന്ന് പറയും. റസൂലിന്റെ രൂപത്തിൽ വരൂല. ഈ പകരക്കൽ റസൂലിന്റെ രൂപം എന്താന്നുള്ളത്, ഈ കാന്തപുരത്തിലെ റസൂലിന്റെ രൂപം എന്താന്നുള്ളത്. അപ്പൊ പകരുന്ന സ്വപ്നത്തിൽ ശൈത്താൻ വരും, ഞാൻ നബിയാന്ന് പറയും. അപ്പൊ ഇയാളെ മനസ്സിൽ നബി എന്താ? ഇയാളെ മനസ്സിൽ പച്ചവല്ലിയും ഒരു വല്യ കെട്ടും ഇതൊക്കെ റസൂലിന്റെ രൂപം മനസ്സിലുണ്ടാകുക. അപ്പൊ ആ കോലത്തിൽ ഇങ്ങനെ വരും, ആ ഞാൻ റസൂലിനെ കണ്ടു. ഇത് സാക്ഷാൽ ശൈത്താനെ കണ്ടതാ, സംശയമൊന്നുമില്ല. അതാ ഞാൻ അവിടെ ആയത്തോന്നിട്ട് പറഞ്ഞത്. അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചതാ. അവിടെ വന്ന് ഒരുമിച്ച് കൂട്ടി ചോദിക്കും, നിങ്ങളെയാണോ ഇവർ ആരാധിച്ചത്? മലക്കുകൾ പറയും, ഇല്ല റബ്ബേ, ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരാധിച്ചിട്ടില്ല. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, ഇവർ ജിന്നിനെയാണ് ആരാധിച്ചത്. ആ ആയത്ത് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കേട്ടപ്പോ ഇത് തനിക്കടില്ല കേട്ടോ. അപ്പൊ മലക്കിനെ വിളിച്ചാൽ ജിന്ന് വരും. അപ്പൊ വിളി കേട്ടിരേ, മൂപ്പരെ കണ്ടുപിടുത്തോ. മലക്കിനെ വിളിച്ചപ്പോ ശൈത്താൻ വരണമെങ്കിൽ ദുആ കേൾക്കണ്ടേ? അത് നമ്മൾ ദുആ എന്താ മൂപ്പര് തിരിഞ്ഞിട്ടില്ല, ദുആ എന്താ തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ദുആ കേൾക്കലെന്താ തിരിയാത്തത്? എന്നൊരു മൂപ്പര് പറയാ ദുആ കേൾക്കും. എന്തിനേറെ ഇനി അതിന് ആയത്തുണ്ടോ ചോദിച്ചോന്നേ, ആയത്തിനകത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ എന്നാ. ചോദ്യകർത്താവ് വീണ്ടും എണീറ്റു, വീണ്ടും ചോദിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു ഇനി ചാൻസ് ഇല്ല, ഇത് ചാൻസ് ഇല്ല എന്നാ. അപ്പൊ പിന്നെ അവസാനം ബാക്കിൽ നിന്ന് ഏതൊരു പോയത്തക്കാരൻ വന്നാൽ ഒന്നും കൂടി ചോദിച്ചോട്ടേനെ, മറ്റോ കുടുങ്ങിയപ്പോ. ഇപ്പൊ ഒഴിവാക്കാൻ നിൽക്കുമ്പോഴാ ഇവിടെ പോയത്തക്കാരുണ്ടെങ്കിൽ അയാൾക്ക് ഇതറിയില്ലല്ലോ, അങ്ങനെ ചാൻസും കൂടി കൊടുക്കാന്ന് വെച്ചത്. അവിടെയും ഇതൊന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു എന്നല്ല പറഞ്ഞുള്ളത്. അവിടെ ഒന്നും കൂടി ആവർത്തിച്ചു, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു. കേട്ടോ നിങ്ങൾ ആ ചോദ്യം മറുപടിയും. ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, ഇവിടെ വിശദീകരിച്ചു. ആ ശരി, പ്രസിഡീയത്തിന്റെ അനുവാദ പ്രകാരം നിങ്ങൾക്ക് ഒരു അവസരം കൂടി. ഞാൻ ചോദിച്ചത് മലക്കെ എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്താൽ, അത് ഏത് രീതിയിലായിക്കോട്ടെ, മലക്കിനോട് ഞാൻ ദുആ ചെയ്താൽ എന്റെ ദുആ മലക്ക് കേൾക്കും എന്ന് ഞാൻ ചോദിച്ചു. കേൾക്കൂല ചോദിച്ചു. അപ്പം പറഞ്ഞത് രണ്ടാളാണ് പറഞ്ഞത് കേൾക്കും എന്നാണ് പറഞ്ഞത്. അതിന് ഫൈസൽ മുസ്ലിയാര് ഒരു ഖുർആന്റെ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ചോദിച്ചത് അതല്ല. അങ്ങനെ മലക്കുകളെ പോട്ടെ, അള്ളാന്റെ ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് ദുആ കേൾക്കും എന്നതിന് ഖുർആന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ്
ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ അത് ഉദ്ധരിക്കാം. അല്ലാതെ ഫൈസൽ മുസ്ലിം മൈക്ക് ഓഫാക്കി കണ്ടകള്, മൈക്ക് ഓഫാക്കി ചാരൻ പറയട്ടെ, ഞാൻ മറുപടി നോട്ടെ. സഹോദര, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നു താങ്കൾ എന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നതിന്റെ പ്രത്യാഘാതം എന്തോ കാരണവശാൽ നിങ്ങളോട് മറന്നു പോവുകയാണ്. നിങ്ങളുടെ ഈ ചോദ്യത്തിലൂടെ വരുന്നതെന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ ലോകത്ത് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആത്മീയ ദൈവങ്ങളെയും ആൾദൈവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന അവർക്കുള്ള ആരാധനകളെ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു, ഖുൽ ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവനിൽ ആരെയും പങ്കു ചേർക്കുകയില്ല. ഈ ഉശ്രികു ബിഹി അഹദാ എന്നത് മലക്കുകളെ വിളിച്ചു തേടിയാൽ അത് ദുആ ആവുകയില്ല എന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? മറുപടിയാണ് ഇപ്പത്. ഈ മലക്കുകളോട് ഒരാ ദുആ ചെയ്താൽ മലക്കുകളെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ദുആവില്ലതായി. ومن أضل ممن يدعو من دون الله من لا يستجيب له يوم القيامة. ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും പറയുന്നു, മലക്കുകളെ വിളിച്ചവരെ പറ്റിയാണ് ഈ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നടത്തിയ ഇത്തരം പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്ന തഫ്സീറുകൾ ഏതും നിങ്ങൾ എടുത്തോളൂ. ഇന്നമാ അദഉ റബ്ബി എന്ന ആയത്താകട്ടെ, വമൻ അദല്ല മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹ് എന്ന ആയത്താകട്ടെ, എന്ന് പറഞ്ഞ ആയത്താകട്ടെ, അതുപോലെ തന്നെ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന ആയത്താകട്ടെ, മക്കയിലുള്ള ബഹുജന വിശ്വാസികൾ ചെയ്ത ശിർക്കുകളെ കുറിച്ചുള്ള ആയത്താകട്ടെ, ഈ ആയത്തുകളൊക്കെ പറഞ്ഞോട്ടെ കുറച്ച് ബേജാറുണ്ടാവും പറയാന്, ഇല്ലാത്തുണ്ടാക്കി പറയല്ലേ. ഈ ആയത്തുകളൊക്കെ എടുത്തു പരിശോധിച്ചാൽ അതിനുള്ള തഫ്സീറായി പണ്ഡിതന്മാർ ഏർപ്പെടുത്തിയ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ആളുകൾ നടത്തിയ സഹായത്തിൽ മലക്കുകളും ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ഈ ആളുകളൊക്കെ രേഖപ്പെടുത്തിയ നിങ്ങൾക്ക് കാണാൻ കഴിയും. അരിയത്ര പയറഞ്ഞാഴി. ചോദ്യം എന്താ? ഏതെങ്കിലും മഖ്ലൂക്ക് ദുആ കേൾക്കുമെന്നതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? എന്താ മറുപടി? വമൻ അളു എന്ന് പറഞ്ഞതിന് ജിന്നെ പെടില്ല, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടീന? ഇതാണ് മുഖാമുഖത്തിന്റെ കോലം. ഇതും കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിന് എണീറ്റപ്പോഴോ എണീറ്റു, ഞാൻ ചോദിച്ചതല്ല എന്ന് പറയാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ബാക്കിൽ പോയിക്കുന്നു. ഇനി ബാക്കിൽ പോയി നിൽക്കി. ഇനിയുള്ള അടുത്ത ചോദ്യകർത്താവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ചോദ്യകർത്താവ് കഴിഞ്ഞപ്പോ എണീറ്റു, അല്ല മറ്റോ കഴിയട്ടേന്ന്. ഓൻ കഴിഞ്ഞപ്പോ എണീറ്റു, അപ്പൊ അടുത്തോ കഴിയട്ടേന്ന്. ഞാൻ അവസാനത്തവും കഴിഞ്ഞിട്ട് ആൾക്കാർ ഏറ്റവും ബാക്കിൽ പോയിരുന്നു. അവസാനത്തവും കഴിഞ്ഞപ്പോ പറഞ്ഞു നിർത്തിയാന്ന്. ഇനി സമയമില്ല, സമയം വൈകിട്ടുണ്ട്. ഇതല്ലേ പുളിക്ക് നടത്തിയത്? ഈ വെക്കുള്ള മുഖാമുഖ നാടകമേ നടത്താൻ കഴിയുള്ളൂ. ആദ്യം നിങ്ങൾ കൊടുത്ത കുറച്ച് ആൾക്കാർ മറുപടി പറഞ്ഞ് അങ്ങനെ ഒരു 10 മണി വരെ അങ്ങനെ കൊണ്ടുപോവുക. കാരണം ഇവിടെ കുറച്ച് ആൾ ചോദിക്കാൻ വന്നിട്ടുണ്ടെന്ന് ഓൽക്കറിയാം. അപ്പൊ അതുകൊണ്ട് പരമാവധി സമയമാണ് നീണ്ടു പോകണം. അതിന് വേണ്ടിയാ അതൊക്കെ നടത്തണമെങ്കിൽ ഹക്ക് കയ്യിൽ വേണം, അപ്പോഴേ കഴിയുള്ളൂ. വേറെ ഒച്ചോണ്ടും പാളം കൊണ്ടും കാര്യമില്ല. ഹക്ക് കൈവശമുണ്ടോ ധൈര്യമായി മൈക്ക് ആർക്കും കൊടുക്കാം, ചോദിച്ചോളൂ എന്ന് പറയാ. ആർക്കും ചോദിക്കാം, എത്രയും ചോദിക്കാം, ഒരു പ്രയാസം ഉണ്ടാവില്ല ഹക്ക് കൈവശമുണ്ടെങ്കിൽ. അതുള്ള കാലത്ത് കഴിഞ്ഞിരുന്നല്ലോ അവർക്കൊക്കെ. ഇപ്പൊ ഹക്കെന്ന് വിട്ടപ്പോ അവർക്ക് സാധിക്കാതെ പോയി. അപ്പൊ പറഞ്ഞതെന്താ? ദുആ കേൾക്കാൻ റബ്ബല്ലാത്തവന് കഴിയും, ജിന്നിന് കഴിയും, മലക്കിന് കഴിയും, അതേപോലെ ശൈത്താമായി കഴിയും. എന്നിട്ട് നാസസുലമിന്റെ വക കൂട്ടിച്ചേർക്കല്. അതെന്താ? അയാള് പറഞ്ഞത് ദുആ കേൾക്കൂല. ഇൻദദുഹും ലാ യസ്മഉ ദുആഅകും, ദുആ ചെയ്താൽ ദുആ കേൾക്കില്ല എന്ന് പറഞ്ഞത് ബിംബങ്ങളെ പറ്റിയാണ്. അത് ബിംബങ്ങളെ പറ്റി. വലൗ സമിഉ മസ്തജാബു എന്ന് പറഞ്ഞതോ അത് ജിന്നിന് ശൈത്താനും പറ്റി. കേൾക്കില്ല ബിംബം. കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല എന്നാണല്ലോ. കേട്ടാൽ തന്നെ അപ്പൊ കേൾക്കുന്നു വന്നില്ലേനാ. ഇതല്ലേ കൂട്ടരെ പണ്ട് കാന്തപുരം പറഞ്ഞത്? കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞപ്പോ കേൾക്കുന്നു കിട്ടിയില്ലേ എന്ന് കാന്തപുരം പറഞ്ഞു.
ഈ കൊട്ടപ്പുറത്ത് നിന്നല്ലേ കാലപുരം പറഞ്ഞത് ഹജറാണ് മൗലവി, ഷജറാണ് മൗലവി, ഹജറാണ് മൗലവി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കാന്തപുരം ആക്രോശിച്ചത് ഈ കൊട്ടപ്പുറത്ത് നിന്നല്ലേ? ഇപ്പോഴിതാ ആ കാന്തപുരത്തിന്റെ ആദർശത്തിലേക്ക് വഴിമാറിപ്പോയ പണ്ട് മുജാഹിദായിരുന്ന ഹനീഫ് കായക്കൊടിയും അതേപോലെ മടവൂരി ചാനനും കൂടി പറയുന്നു ഇന്തദുഊഹും എന്ന് പറഞ്ഞാൽ അത് കല്ലും മരും ബിംബൊക്കെയാണ്. എന്നാൽ ഒലവ് സമയൂ കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞില്ലേ, അത് ജിന്നിനെ പറ്റി മലക്കിനെ പറ്റിയൊക്കെയാണ്. അപ്പൊ കേൾക്കുന്നു കിട്ടിയില്ല. പണ്ട് യാഴ്ബാധ വന്നപ്പോഴോ സ്വഹീ ആണെങ്കിൽ തന്നെ ശുരുക്കില്ലാതെ പോച്ചപ്പോ എന്തിനാ സ്വഹീ ആണെങ്കിൽ തന്നെ നമ്മൾ അന്ന് പറഞ്ഞു സ്വഹീ ആണെങ്കിൽ തന്നെ ഒന്ന് സ്വഹിയാന്ന് പറയാനല്ല, സ്വഹീ അല്ലാതെ ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു സ്വഹിയ സങ്കല്പിച്ചാലും കാര്യമില്ല എന്ന പോലെ അള്ളാഹുടെ പ്രയോഗിച്ചത്. കേൾക്കൂലാതെ ആദ്യം പറഞ്ഞു, നീ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ആ തഫ്സീലൊക്കെ പറഞ്ഞു ഫർളൻ, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ. എന്തിനാ സങ്കല്പിച്ചാൽ എന്ന് പറഞ്ഞത്? കേൾക്കുന്നാണെങ്കിൽ സങ്കല്പിച്ചാൽ വേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് നാസർ സുലൈമി പറയാ ആ ആയത്ത് ആദ്യ ഭാഗം കല്ലിന് ബിംബത്തിലൊക്കെ, രണ്ടാമത്തെ ഭാഗം അല്ലാത്തൊരുക്കുന്ന പറഞ്ഞിട്ട് നാസർ സുലൈമി വിശദീകരിച്ചോട്ടെ. വിശുദ്ധ ഖുർആൻ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. ഈ ആയത്തിന്റെ വിശദീകരണം തൊട്ട് ബാക്കിലുണ്ട്. കരിമൂലം ഇരിക്കുന്നു. ഫൈസലിനെ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തത് മാത്രമല്ല ശരിക്ക് പറഞ്ഞു ഈ ജാതി കുറെ എണ്ണം വരും എന്ന് പടച്ചോ മുൻകൂട്ടി കണ്ടോ തന്നെ. എന്റെ ജാതി പിന്നെ ആക്കുന്നു പറഞ്ഞിട്ട് വലൗ സമിഉ മസ്തജാബു ലക്കും. ആ ആയത്തിന്റെ വിശദീകരണത്തിലാണ് മലക്കിനെയും ജിന്നിനെയും ഒക്കെ ഉൾപ്പെടുത്തിയത്. ഒന്നാമത്തെ പറഞ്ഞതിലോ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും എന്നതിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടുത്തിയത് ഔസാനാണ്, അസ്നാമാണ്, വിഗ്രഹങ്ങളെയാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ വലൗ സമിഉ മസ്തജാബു ലക്കും എന്നതിന്റെ വിശദീകരണത്തിലാണ് ജിന്നുകളെയും മലക്കുകളെയും ഉൾപ്പെടുത്തിയത്. സംഗതി വളരെ ക്ലിയറാണ്, ഭയങ്കര ക്ലിയറാണ്. എന്താ ക്ലിയർ എന്നറിയോ? അപ്പൊ എന്താ പറഞ്ഞത്? ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞത് അസ്നാമ്, ബിംബങ്ങള്. വലൗ സമിഉ, നിങ്ങൾ അയാളെ പോയത്ത് നോക്കാൻ നിങ്ങൾ ആയത്ത് മര്യാദക്ക് അർത്ഥം വെച്ചതിന് അയാൾ പറയോ? ആയത്തിൽ എന്താണത്? ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആക്കും, അവർ നിങ്ങളുടെ ദുആ കേൾക്കില്ല. വലൗ സമിഉ, അവർ കേട്ടാൽ തന്നെ. ഈ അവരേതാ? ഇയാളെ പറയാം ലാ യസ്മഉ ദുആക്കുന്നത് അസ്നാമ്, ബിംബങ്ങള്. ഒരു കേൾക്കൂല, അതവിടെ കഴിഞ്ഞു. പിന്നെ വലൗ സമിഉ, അവർ കേട്ടാൽ തന്നെ. ഇതേതാവര്? നാസർ സുലമിയ. ഇത് എവിടെ കിട്ടി? ഏത് അറബിയാക്കി പഠിച്ചിട്ടില്ല. സുല്ലമി എങ്ങനെയായി നമുക്കറിയില്ല. എന്താ ഇയാൾ കച്ചവടം ചെയ്ത് അവിടുന്ന് ആട്ടിയില്ല, ഇസ്രായേൽ സെന്ററിൽ പോയിട്ട് യാത്രയപ്പോ തല്ലിട്ടീല. ഇതൊക്കെ വെറുതല്ല, നമുക്കിപ്പോ മനസ്സിലായി. ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്ത റിക്കാർഡ് ഒരുപാട് മൂപ്പർക്കുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കി, എന്തൊക്കെയാണെങ്കിലും ഒരു 10-15 കൊല്ലം ജോലി ചെയ്ത് അവസരം യാത്ര പോലെ നാട്ടിലേക്ക് പോകുമ്പോൾ പ്രവാസം നിർത്തി പോകുമ്പോഴെങ്കിലും ഒന്നില്ലെങ്കിലും മനുഷ്യന്മാരെ കുറച്ച് മതഹ് പറഞ്ഞിട്ടല്ലേ പറഞ്ഞേക്കുക. ഇതായാലും തല്ലിട്ടിട്ടാ പറഞ്ഞത്. റിയാദിന് ഇസ്ലാഹി സെന്ററിൽ ഇയാൾക്ക് യാത്രയപ്പ്, ആ യാത്രയപ്പിന്ന് പള്ളടിച്ച അടി ഇഞ്ഞു പോയി കാട്ടിക്കയറി. ഇപ്പൊ ആ ദേശം തീർക്കുക, ഇവിടെ തീർക്കുക. വേറെ ആർക്കുണ്ടാവില്ല അങ്ങനത്തെ തീർക്കാട്. എന്നിട്ട് ഇയാൾ പറയുന്നത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആ, അവരോട് ദുആ ചെയ്താൽ അവർ കേൾക്കില്ല, അത് ബിംബങ്ങൾ. വലൗ സമിഉ, ഒരു കേട്ടാത്ര ഉത്തരം ചെയ്യൂല, അത് ബിംബങ്ങളല്ല, അത് മഹാന്മാര്. അറബി ഗ്രാമറിന്റെ ഒരു ബാലപാഠം അറിയെങ്കിൽ ഇയാളത് പറയോ? ഇത് എന്നിട്ട് പറഞ്ഞതോ ഇങ്ങനത്തെ ചില മനുഷ്യന്മാര് ഭാവിയിൽ വരുന്ന അള്ളാഹ്ക്ക് അറിയാം, അതുകൊണ്ടാണ് വലൗ സമിഉ കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞത്. അപ്പൊ കേൾക്കുന്നു പറയാനാണ്. ഇത് ഖുറാഫി മുസ്ലിയാക്കന്മാര് കൊല്ലങ്ങളായി പറയുന്നു മുജാഹിദീനോട്, നിങ്ങളെ പോലത്തെ മനുഷ്യന്മാര് വരുന്ന അള്ളാഹ്ക്ക് അറിയാം, അതുകൊണ്ടാണ് വലൗ സമിഉ കേട്ടാൽ തന്നെ. അപ്പൊ കേൾക്കുന്നു കിട്ടിയില്ല മൗലവി. സഖാഫിയോട് ചോദിച്ചിരുന്നു. ആ ചോദ്യ ഇപ്പൊ ഈ മടവൂരി ചാരൻ മുജാഹിദീങ്ങൾ സ്റ്റേജിൽ കയറി ചോദിക്കണത്. എന്നിട്ട് അയാളപ്പോ വലിയ ആദർശ വിശദീകരണം ആരാ? മൂപ്പര് വന്നാലേ ശരിയാവുള്ളൂ, മൂപ്പര് പറഞ്ഞാലേ ഇപ്പൊ ആദർശമാവുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് ഓരേക്കട ചെറുപ്പുളശ്ശേരി ഓരേച്ച ആ ആദർശമാണ്. അത് പറയാൻ മൂപ്പരനെ വരണം. മടവൂരിസം പറയും ഈ വിവാഹത്തിൽ ഏറ്റവും ലാഭം കിട്ടാതെ നാസസുല്ലമി. കാരണം ആശയത്തിൽ ഒരു മാറ്റം വരുത്താതെ മൂപ്പർക്ക് പുറത്തേക്കാൻ കഴിഞ്ഞു. അപ്പുറത്തേക്കാൾ നേരെ പുറത്തേക്ക് ആടി ഒരു മാറ്റം വരുത്തേണ്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പുറത്തുള്ളവരോട് പറയിപ്പിച്ചു അത്തൂബില്ലാന്ന്. അത് ചില്ലറ കാര്യമില്ലല്ലോ. മടവൂരി അയാൾ ഇങ്ങോട്ട് വരിക, മൂപ്പർക്ക് അത്തൂബില്ല. എന്നിട്ട് ഇവിടെ ഉള്ളവൻ പറയാം അത്തൂബില്ല.
എന്നിട്ട് ഇയാളെ ഒപ്പം കൊണ്ടുവെക്കാം, ഇയാളെ മുമ്പിൽ ഞങ്ങൾക്ക് നിങ്ങളെ ബാക്കിലാണ്. എന്നിട്ട് അയാൾക്ക് കിതാബ് എടുത്ത് കൊടുക്കാനേ കായക്കൂടി. അപ്പൊ അതിന്റെ മൂപ്പര മറുപടി എന്തായോ, കോട്ടക്ക സംഭവത്തിലെ ഫൈസൽ മുസ്ലിം എനിക്കും കിതാബ് എടുത്തത് തോന്നാ. ആയിക്കോട്ടെ, ആർക്കാ തർക്കമുള്ളത്? കിതാബ് ഉള്ള പോലെ മൂപ്പര് പറയണ കാലത്ത് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഇനി പറയാൻ പറ്റോ? ഇനി എടുത്തരും. കിതാബ് ഉള്ളത് കായക്കൂടി ഇനി പറയോ? കിതാബ് ഇനി എടുത്തരും. അത് സംശയമൊന്നുമില്ല. യാതൊരു ലജ്ജയും നമുക്ക് വിഷയത്തിലില്ല. കിതാബ് എടുത്തു നോക്കാൻ തന്നെ നമ്മൾക്കുള്ളൂ. അല്ലാതെ കിതാബ് രചിക്കാനോ കിതാബ് ആ നിലയ്ക്ക് എല്ലാ ഇൽമും തികഞ്ഞ ആലിമുകളും ഒന്നുമല്ല. നമ്മള് കിതാബ് എടുത്തുകൊടുത്തും പലരെ കൊണ്ടും വായിപ്പിച്ചും റഫർ ചെയ്തും ചോദിച്ചറിഞ്ഞും പഠിച്ചും ഒക്കെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണത്. പിന്നെ തികഞ്ഞൂന്ന് അഭിപ്രായമുള്ളൊരു അപ്പുറത്തുണ്ടെന്ന് ഉറപ്പാണ്. എനിക്കറിയാം അപ്പുറത്തുണ്ടായിരുന്ന സജീവമായ ഒരാള് ഞാൻ മുപ്പത്തി കിതാബും കൊണ്ടുപോയി. എനിക്ക് വായിച്ചത് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അല്ല സുല്ലമി ഈ ഭാഗത്ത് എനിക്ക് മനസ്സിലാവില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ മൂപ്പരിങ്ങനെ മറച്ചു നോക്കിയിട്ട് മൂപ്പർക്ക് തീരെ പിടുത്തല്ല. എനിക്ക് കിട്ടിയ അത്രയും പിടുത്തം കിട്ടിയിട്ടില്ല. 10 മിനിറ്റ് ഇങ്ങനെ തപ്പിയിട്ട് മൂപ്പര് ഇത് ഇപ്പൊ ഏതാ കിതാബ് ചട്ടന്ന് മറിച്ചു. അത് സുയൂത്തിന്റെ കിതാബ് അല്ലേ, സുയൂത്തിക്കൊന്നും നെഹ്ബ അറിയില്ല. എന്നാലും മൂപ്പർക്ക് അറിയാതല്ല, സുയൂത്തിന്റെ കിതാബ്. അത് ശരി, സുയൂത്തിക്കണ നെഹ്ബ അറിയണ്. അപ്പൊ ഇയാൾക്ക് നെഹ്ബ അറിയാം. എന്നാലും എനിക്ക് കുട്ടിയത് മനസ്സിലായിട്ടില്ല പറഞ്ഞാൽ പോലെ എത്ര എളുപ്പമുണ്ട്. അപ്പൊ ആ സൈസ് മനുഷ്യന്മാർ അവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് അങ്ങനെ കഴിഞ്ഞെന്നുള്ള ഒരു അഭിപ്രായവും ഇല്ല. പഠിച്ചുകൊണ്ടേയിരിക്കുക, മരിക്കുന്നവരെ ദീന് പഠിക്കാൻ തന്നെ താല്പര്യം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ മൂപ്പ ദുർവ്യാഖ്യാനം എന്താ? ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും. അത് ബിംബങ്ങളെ പറ്റി. വലൗ സമീഉ മസ്തജാബു ലക്കും. അത് ജിന്നുകളെ പറ്റിയില്ല. അപ്പൊ ജിന്നുകൾ കേൾക്കും, ഉത്തരം ചെയ്യൂല. വിഗ്രഹങ്ങൾ കേൾക്കൂല, ഉത്തരം ചെയ്യൂല. ശൈത്താന്മാരോ കേൾക്കും, ഉത്തരം ചെയ്യുന്ന. അതിനിപ്പോ ആയത്തുന്നാവാം. അതിന് ഏതായത്? അതും നാസുസ്ലമി പറഞ്ഞു ഉത്തരം ചെയ്യുന്നത്. അത് തെളിവും പറഞ്ഞു. എന്താ തെളിവ്? അയാൾ പറഞ്ഞത് ഉത്തരം ചെയ്യുന്ന മാത്രമല്ല, ദുആ കേൾക്കുന്ന മാത്രമല്ല, മനസ്സിലുള്ളത് പോലും ശൈത്താൻ അറിയുന്ന ഒയ്ബറിയുന്ന അയാൾ പറഞ്ഞത് മനസ്സിലുള്ളത് പോലും ആ ഒയ്ബ് പോലും ശൈത്താൻ അറിയും. അപ്പൊ അഭൗതിക പദപ്പുണ്ടായ അപകടം അതൊക്കെ. അഭൗതിക ഇനി അവിടെ ഒന്നും നിൽക്കൂല. ഇനി കുറച്ച് കഴിഞ്ഞാൽ അയാൾ പറയേണ്ടി വരും മുഹീദ്ദീൻ ഷെയ്ഖും അഭൗതിക കഴിവുള്ളവനാണ് എന്ന് പറയേണ്ടി വരും. സംശയമില്ല, ഇയാളെ മുമ്പൊക്കെ വരും മുഹീദ്ദീൻ ഷെയ്ഖ്. അപ്പൊ ശൈത്താൻ മുമ്പ് സമ്മതിക്കൂല. കാരണം എന്താ? അത് സമ്മതിക്കാൻ പറ്റുമല്ലോ. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് വന്നു, അപ്പൊ ഷെയ്ഖിനും കഴിവുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും ഇയാള്. അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് ഇയാള് പറയാ കൽബിലുള്ളത് പോലും അറിയില്ല ശൈത്താന്. എന്നിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താ അറിയോ? ഒരു മനുഷ്യന് 5000 രൂപ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ മൂപ്പ 500 ആക്കി ചുരുക്കി. അപ്പൊ ശൈത്താൻ അറിഞ്ഞിട്ടല്ലേ? എങ്ങനെയുണ്ട്? ഇതും ശൈത്താനാ പണിയാ പങ്കപ്പ് മനസ്സിലാണത്. ഇയാള് മുജാഹിദ് വേദി കേട്ടിലും ശൈത്താൻ തന്നെയാണ്. പറയട്ടെ, അയാള് പറഞ്ഞോട്ടെ. അയാൾക്ക് പറയുമെന്ന് മണഞ്ഞ കാര്യം പോലും ഇയാൾക്കറിയാൻ പറ്റുമെന്ന് പറയുന്ന ആ ഭാഗം പിശാച് മനസ്സറിയും എന്നാ പറഞ്ഞത്. കേട്ടോടുക്കി. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ സുഹൃത്തിനോട്. ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു. 28-ാം തീയതി നടക്കുന്ന ജിന്ന് മൗലവിമാരുടെ സമ്മേളനത്തിലേക്ക് ഒരു ജിന്നവാദി പണക്കാരൻ സംഭാവനയായി 5000 രൂപ കൊടുക്കണം തീരുമാനിച്ചു. അങ്ങനെ ഓരോ ദിവസം അടുത്തു. 26, 27, 28 രാവിലെയാണ് ഇവരെങ്ങനെ എഴുന്നേറ്റ ബന്ധം കൊടുക്കണം. കുട്ടിന്റെ ഫീസ് 2500 കൊടുക്കണം, ഇപ്പുറത്ത് 500 കൊടുക്കണം. അതുകൊണ്ട് 500 വേണ്ട, അല്ല 5000 വേണ്ട, തൽക്കാലം 500 കൊടുക്കാം. ഇവൻ 5000 കൊടുക്കണം ആരോടും പറഞ്ഞിട്ടില്ല. ഇവന്റെ മനസ്സിൽ കരുതിയതാണ്. 5000 കൊടുക്കണം. ആ കരുതിയത് ഒരു വിഭാഗത്താണോ? 5000 ഒരു പിന്നെ ദാനം സ്വതക്ക കൊടുക്കണം എന്ന് ഇവൻ കരുതിയത് വിഭാഗത്താണോ? വിഭാഗത്താണ്. ആ വിഭാഗത്തിൽ നിന്ന് 5000-ൽ നിന്ന് ഇവൻ 500-ലേക്ക് എത്തിച്ചു. ആരാണ് എത്തിച്ചത്? 5000 ആരാ? പറയൂ. പിശാച്. ആരെ പിശാചിനെ പറഞ്ഞു കൊടുത്തു? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ കണ്ടോ, ആരോടും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷെ പിശാച് അറിഞ്ഞു, പിശാച് ഇടപെട്ടു, 5000 500 ആക്കിച്ചു. അപ്പൊ ഇനി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. അർത്ഥം എന്താ? ശൈത്താന് കൽബകത്തിലൊക്കെ അറിയുന്നവനാണ്.
അർത്ഥം വെക്കേണ്ടി വരും, അർത്ഥം വെക്കേണ്ടി വരും. സമീഉദ്ദുആഇന് നിങ്ങൾ പങ്കു ചേർത്തതുപോലെ അലീമും ബിദാത്തി സുദൂർ എന്നതിൽ ശൈത്താനെ കൂടി പങ്കു ചേർത്തിരിക്കുന്നു. യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ എന്നതിൽ ശൈത്താനെ കൂടി പങ്കു ചേർത്തിരിക്കുന്നു. എത്ര ആയത്ത്. എന്താ 5000 കൊടുക്കാൻ വിചാരിച്ചു 500 ചുരുക്കിയത് ശൈത്താൻ തന്നെ ആവണമെന്നുണ്ടോ? രാസസുലമിന്റെ പരിപാടിക്ക് ഒരു പോയത്തേക്കാൾ 5000 കൊടുക്കാൻ തീരുമാനിച്ചു വിചാരിക്കാം. ആ വയലിങ്ങനെ അപ്പുറത്തുനിന്ന് ഇയാൾ CD 2 ദിവസം മുമ്പേ കേട്ടു. അപ്പൊ കേട്ടപ്പോ ഇയാൾക്ക് മനസ്സിലായി, പഠിച്ച റബ്ബേ ഇതിന് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഏതായാലും ബാക്കി കൊടുത്തിട്ട് 500 കൊടുക്കുക, ബാക്കി 4500 28 ഇവിടെയും കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് ശൈത്താൻ ഉണ്ടാക്കില്ല, ഇത് ശൈത്താനാ മാറ്റിച്ചത്. ശൈത്താന്റെ പരിപാടി കൊടുക്കാൻ വെച്ചത് അള്ളാന്റെ പരിപാടിക്കാക്കി മാറ്റി. അത് ശൈത്താന്റെ പണിയാ? എന്താ സുലം, നിങ്ങളാണ് സാക്ഷാൽ അഖ്ലാനി. പക്ഷെ അഖ്ലാനി ആവണമെങ്കിൽ ലേശം ബുദ്ധി വേണ്ട. അഖലുള്ളവനെ അഖ്ലാനി ആവുള്ളൂ. അതൊന്നും കഥവിലേക്ക് അറിയില്ല. ആ മൂപ്പരെ കണ്ടുപിടുത്തപ്പത് 5000 രൂപ കൊടുക്കാൻ വെച്ച 500 ചുരുങ്ങി. ആരോടും പറഞ്ഞിട്ടില്ലേനു. അപ്പൊ ശൈത്താൻ എങ്ങനെ അറിഞ്ഞു മൂപ്പര ആലോചന? ഈ മറുപടി മൂപ്പയ്ക്ക് വഹി കൊടുത്ത് ശൈത്താനാ. ശൈത്താൻ വഹി കൊടുക്കും. യൂഹൂന ഇലാ ഔലിയാഹിം, പിശാച് ഓന ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കുന്നു അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹിന്റെ സിഫത്തിലായി പങ്കു ചേർക്കണമൊക്കെ. തൗഹീദുൽ അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉദ്ദുആ ആദ്യം പൊളിച്ചു. അലീമും ബിദാത്തി സുദൂർ പോയി. യഅലമു ഖായിനത്തുൽ അഅ്യുനി പോയി. വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്കി പറയാൻ കഴിയാം? എന്നിട്ട് നമ്മൾ ജിന്നൂരാണ്, നമ്മൾ ജിന്നിന്റെ ആൾക്കാര്, നമ്മൾ ശൈത്താന്റെ ആൾക്കാര്, നമ്മൾ ജിന്നിനെ വിളിക്കുന്നത് ഓര് അള്ളാഹിന്റെ പാർട്ടി. എങ്ങനെയുണ്ട് ഈ കോലത്തെ അള്ളാഹിന്റെ പാർട്ടി? എനിക്കൊരു കാര്യം പറയാതെ, മണ്ണാർക്കാട്ടല് താഴത്തുനിന്ന് മടുത്തക്കണ്. അപ്പൊ ഓല ബക്കറ്റും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഓല അവിടെ വയല് കേൾക്കാനും വയ്യ, അവിടെ നിൽക്കാനും വയ്യ, പോരാനും വയ്യ. അപ്പൊ അത് വേണ്ട, അതൊരു പള്ളിക്കാണ്. ഇത് വയലിനാണ് കുറച്ചു കൊടുത്താൽ മതിയല്ലോ. പള്ളിക്കാകുമ്പോൾ കുറച്ചും കൂടി കൊണക്കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പൊ ഏതായാലും എന്നിട്ട് പറയാം ഖുർത്തുബിയിലുണ്ട്. എന്താ ഖുർത്തുബിയിലുള്ളത്? ഖുർത്തുബിയിലുള്ളത് ഇന്ദദുഉഹും ബിംബങ്ങൾക്ക് ലായസ്മഉ ദുആക്കുന്ന പിന്നെ വയൗസമിഉ, അത് മഹാന്മാർക്ക്. അങ്ങനെയാണ് ഖുർത്തുബിയുള്ളത്. അങ്ങനെയുള്ളത് ഖുർത്തുബി ഇത്രയും നമ്മൾ പഠിപ്പിച്ച എങ്ങനെയാ? സമൂഹത്തിന് പറഞ്ഞുകൊടുത്ത എങ്ങനെയാ? അങ്ങനെയായിരുന്നുവോ? ഒരിക്കലുമല്ല. ഖുർത്തുബി പറഞ്ഞെന്താ? ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, ആപൽഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ കേൾക്കില്ല. എന്തുകൊണ്ട്? ലിഅന്നഹാ ജമാദാത്തുൻ ലാ തബ്സുർ വലാ തസ്മഉ, കേൾവിയും കാഴ്ചയും ഒന്നുമില്ലാത്ത നിർജീവങ്ങളാണല്ലോ അവ. അത് ബിംബങ്ങളെ പറ്റി തന്നെ ആ ഭാഗം. കാരണം ഓരാരാധ്യന്മാർ പ്രധാനമായും ബിംബങ്ങൾ. അതുകൊണ്ട് ഒരു കേൾക്കൂല, ഓർ കാണാൻ കഴിയില്ല, കേട്ടാലും ഉത്തരം ചെയ്യില്ല. ഇത് ലൈസ കുല്ലു സാമിഇൻ നാതിഖ, കാരണം കേൾക്കുന്നവനൊക്കെ പറഞ്ഞോളുന്നില്ലല്ലോ. എന്നിട്ട് പറയാ വഖല ഖതാദ അൽ മൈന ലൗ സമിഉ ലം യൻഫഉകും, കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉപകാരമില്ല. ഏത്തം കേൾക്കുന്നില്ല, കേൾക്കുമെന്നാണ് ഓരോ വിശ്വാസം. അതുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യമില്ല. വഖീല പറയപ്പെട്ടിരിക്കുന്നു ഐ ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാത, അവർക്ക് ബുദ്ധിയും ജീവനുമുണ്ട് എന്ന് സങ്കല്പിച്ചാലും ഫസമിഉ ദുആഅക്കും, എന്നിട്ട് നിങ്ങൾ ദുആ കേട്ടുവെന്ന് സങ്കല്പിച്ചാലും ലകാനു അത്വഅ ലില്ലാഹി മിൻകും, അവർ നിങ്ങളെക്കാളേറെ അള്ളാഹ്ക്ക് വഴിപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ കേൾക്കുന്നല്ല പഠിപ്പിച്ചത്. ജീവനുണ്ട്, കേൾവിയുണ്ട്, കേട്ടു എന്ന് സങ്കല്പിക്കുക. എന്നാലും അവർ അള്ളാഹ്ക്ക് വഴിപ്പെടുകയുള്ളൂ, നിങ്ങളെ ശിർക്കിന് കൂട്ടുനിൽക്കൂല. വലമസ്തജാബുലക്കും അലൽ കുഫ്രി, ഈ കുഫ്റിന് ഉത്തരം നൽകില്ല. വയൗമൽ ഖിയാമ യക്ഫുറൂന ബിശിർക്കിക്കും ഐ യജ്ഹദൂന അന്നകും അബത്തുമൂഹും വയതബറഊന മിൻകും, നിങ്ങൾ ആരാധിച്ചു വന്ന ശിർക്കിനെ അവർ നിഷേധിക്കും. മൊത്തം തഫ്സീർ പറഞ്ഞു. എന്നിട്ട് ഖുർത്തുബി പറയാ സുമ്മ യജൂസു, കണ്ടാ? അല്ലാതെ വലൗ സമീഉ എന്നല്ല അമ്പിയാക്കന്മാരെ പറഞ്ഞത്, അതാരും പറഞ്ഞു കഴിഞ്ഞു. നാസസുലമി പറയാ ലാ യസ്മഉ ദുആഅക്കും എന്നുള്ളത് ബിംബങ്ങള്, വലൗ സമീഉ എന്നത് അമ്പിയാക്കള്. ഖുർത്തുബിയിലുണ്ട്. എവിടെ നാസസുലമി? ഖുർത്തുബിയിൽ എങ്ങനെ? ഖുർത്തുബിയിൽ വലൗ സമീഉ മസ്തജാബു ലക്കും എന്നതും ബിംബങ്ങൾക്കാ പറഞ്ഞത്, മൊത്തം ബിംബങ്ങൾക്കാ പറഞ്ഞത്. ലാ യസ്മഉ ദുആഅക്കും ബിംബങ്ങള്, വലൗ സമീഉ കേട്ടതിന് ഉത്തരം ചെയ്യില്ല, അതും ബിംബങ്ങള്. അവർ കഴിഞ്ഞു. ഖിയാമത്ത് നാളെ അവർ നിഷേധിക്കും, അതും ബിംബങ്ങള്. എന്നിട്ട് പിന്നെ പറയാ സുമ്മ യജൂസു, ഇത് ജായിസാണ്. അൻ യർജിഅ ഹാദാ ഇലൽ മഅ്ബൂദിന മിമ്മാ യഖിലു, ആഖിലീങ്ങളായ ആരാധന്മാരിലേക്കും ഇത് മടങ്ങാൻ പറ്റും. ഏത്? ഈ പറഞ്ഞത് മൊത്തം. ഈ പറഞ്ഞത് മൊത്തം. നിങ്ങൾക്ക് എന്ത്? ഖുർത്തുബി
കുർത്തുബി വെച്ച് നീട്ടിയിട്ട് നിങ്ങൾ നീട്ടുമ്പോ വാങ്ങാനുള്ളതാന്ന് ചോദിച്ച മനുഷ്യനല്ലേ, അയാൾക്കെന്താ കുർത്തുബി? ഇതെല്ലാം ശേഷം പറയാ ഈ പറഞ്ഞതിലെല്ലാം ഇനി മഹാന്മാരായ ആരാധിക്കപ്പെടുന്നവരും പറ്റും. ആരാണവർ? കൽ മലായികത്തി, മലക്കുകളെ പോലെ, വൽ ജിന്നി, ജിന്നുകളെ പോലെ, വൽ അംബിയായി, അംബിയായിനെ പോലെ, വശയാത്തീൻ, ശൈത്താന്മാരെ പോലെ. അയ്യജഹദൂന, ഇവരൊക്കെ നിഷേധിക്കും. അയ്യകുലമാ ഫഅൽതുമൂഹു ഹഖ്ഖാ, നിങ്ങൾ ചെയ്ത ഹക്കാണ് എന്നതിനെ അവർ നിഷേധിക്കും. വഅന്നഹും അമറൂകും ബിഇബാദതിഹിം, അവരെ ആരാധിക്കാൻ അവർ കൽപ്പിച്ചു എന്നതിനെയും അവർ നിഷേധിക്കും. കമാ അഖ്ബറൻ ഈസാ ബിഖൗലിഹി മാ യകുലു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ. ഈസാ നബി പറയുമല്ലോ പരലോകത്ത്, എനിക്ക് അവകാശമില്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞതുപോലെ. അപ്പോൾ സംശയം ഉണ്ടാവാം, പരലോകത്ത് നിഷേധിക്കുന്നു പറഞ്ഞാൽ അത് ബിംബങ്ങൾക്കാവോ? ബിംബങ്ങൾ നിഷേധിക്കോ അവിടുന്ന്? അപ്പൊ ഖുർത്തുബി വീണ്ടും പറയാ, സുമ്മ യജൂസു അല്ല വയജൂസു അൻ യന്ദ്രജ ഫിഹിൽ അസ്നാമു ഐളാ, അതിലും ബിംബങ്ങൾ പെടാൻ പറ്റും, അതിലും ബിംബങ്ങൾ പെടും. ഏതിന്? പരലോകത്ത് നിഷേധിക്കുമെന്ന് പറഞ്ഞതിലും ബിംബങ്ങൾ പെടും. അതെങ്ങനെ? ഐ യുഹീഹല്ലാ, അല്ലാഹു അവർക്ക് ജീവൻ നൽകും. ഹത്താ തുഖ്ബിറ അന്നഹാ ലൈസത് അഹ്ലൽ ലിഇബാദ, എന്നിട്ട് ഞങ്ങളൊന്നും ഇബാദത്ത് അർഹരല്ല എന്ന് അവര് പറയും. ഇതാ ഖുർത്തുബി പറഞ്ഞത്. എന്നിട്ട് പറയാം, ഖുർത്തുബിയിലുണ്ട് എന്ത്? കേൾക്കൂല എന്ന് പറഞ്ഞ ബിംബങ്ങള് കേട്ടാലും ഉത്തരം ചെയ്യൂല, ഞങ്ങൾ മലക്കും തിന്നും, അപ്പൊ ഒരു കേൾക്കുന്നു കിട്ടിയേന. നാസസുല്ലമി, എന്തു പറ്റി? നിങ്ങൾ പോട്ടെ, പക്ഷെ നിങ്ങൾ താങ്ങി നടക്കുന്ന ഹനീഫ് കായ്ക്കുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് വിഷമുണ്ടായത്. കാരണം ഈ ഹനീഫ് കായ്ക്കുടിയല്ലേ ഖുറാഫികളെ പഠിപ്പിച്ചത് ലാ യസ്മഉ ദുആക്കും ജിന്ന് പെടും എന്നുള്ളത്. ലാ യസ്മഉ ദുആക്കും ജിന്ന് പെടും. കോട്ടക്ക സംവാദത്തിൽ ഫൈസൽ അഹ്സനി പറഞ്ഞു, ഹനീഫ് കായ്ക്കുടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ജിന്ന് പെടുമെന്ന്. പല സ്ഥലത്തും പറഞ്ഞു. മടവൂരികൾ നാട് നീളെ ഇറങ്ങിയപ്പോൾ അനസ് മുസ്ലിയാര് ഈ ഫൈസൽ അഹ്സനിയുടെ ക്ലിപ്പിട്ടിട്ട് പറഞ്ഞു, ഹനീഫ് കായ്ക്കുടി ആ പഠിപ്പിച്ചു കൊടുത്തത് ജിന്ന് ദുആ കേൾക്കൂല. പറഞ്ഞോളി, അനസ് മുസ്ലിയാർ ആ ക്ലിപ്പിട്ട പഴയ രംഗം കണ്ടോളി. മൂപ്പരൊന്നും വന്നിട്ടില്ല. ഇല്ല, പിന്നെ ആരാണ് അഹ്സനിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? അഹ്സനിയാണെന്ന് പറയേണ്ടത്. അഹ്സനി പറയട്ടെ, മടവൂരികളിട്ട ക്ലിപ്പിൽ തന്നെ പറയട്ടെ, അഹ്സനിക്ക് ഈ ആയത്തിൽ ചിഹ്നപ്പെടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? അഹ്സനി പറയട്ടെ. ഖുർആൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ? നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? ഹനീഫമൗലവി നമുക്ക് പഠിപ്പിച്ചത് കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് ജിന്നുപെടും, മലക്കുപെടും, പിശാചുപെടും. ഹനീഫമൗലവി നമുക്ക് പഠിപ്പിച്ചത് കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് ജിന്നുപെടും, മലക്കുപെടും, പിശാചുപെടും. കണ്ടോ? അത് പഠിപ്പിച്ചെടുത്തത് ഹനീഫമൗലവിയാണ്. ഇത് ജിന്ന് പെടുമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? ഹനീഫമൗലവി. ഇപ്പോഴും ചില ആളുകൾക്ക് ജിന്ന് പെടുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആര്? ഹനീഫ മൗലവി. അന്ന് ഖുറാഫികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന് ജിന്നൂരികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ജിന്ന് പെടും എന്ന്. പക്ഷെ ആ ഹനീഫ മൗലവിക്ക് പഠിപ്പിക്കേണ്ട ഗതികേട് ഇപ്പൊ മുജാഹിദുകൾക്ക് വീണ്ടും ഉണ്ടായി. കണ്ടങ്ങള്, അന്ന് ഖുറാഫിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ലാ യസ്മഉ ദുആക്ക് എന്ന് പറഞ്ഞാൽ ജിന്ന് പെടും. പിന്നെ മടവുല ഇറങ്ങി അവർക്കും പഠിപ്പിച്ചു കൊടുത്തു കായക്കൂടി ജിന്ന് പെടും. എല്ലാം കഴിയുമ്പോ മൂപ്പയ്ക്ക് സംശയം, ജിന്ന് പെടുവോ? ഓരൊക്കെ പഠിച്ചു, ഖുറാഫികളും പഠിച്ചു, മടവൂലാളും പഠിച്ചു, ഓരൊക്കെ നിർത്തിയപ്പോ മൂപ്പര് ഒറ്റക്കിരുന്നപ്പോ ആലോചിക്കുക, അല്ല ജിന്നിപ്പോ എങ്ങനെ പെടുക? ജിന്ന് ദുആ കേൾക്കുമല്ലോ, ദുആ കേൾക്കുമല്ലോ, അപ്പൊ ഒരു പെടൂല. എന്നാ ശരി, ആ തൂബിലുള്ളവിടെ ഉണ്ടല്ലോ, അതിക്ക് കൂട്ടതും കൂടി അയക്കനെ കൂട്ടിച്ചേർക്കുക. ആ പഴയ തൗബീക്ക് അനസ്മൂലിന്റെ മകൻ ഇതും കൂടി ആഡ് ചെയ്താണ്. എന്താണ് അനിഫ്കായി കൂടി നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ ഇനിയും ഭരണം പൊളിക്കല്, ഇനിയും ഭരണം പൊളിക്കലിൽ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ പറയണം, നിങ്ങൾ അന്ന് ഖുറാഫികൾക്കും മടവൂരികൾക്കും പഠിപ്പിച്ചു കൊടുത്തതാണോ ശരി, അതല്ല ഇപ്പൊ മാറ്റിപ്പറഞ്ഞതാണോ ശരി? രണ്ടാളൊന്ന് പറയട്ടെ. ഇന്തദഉഹും ലാ യസ്മഉ ദുആക്കും എന്നതിൽ ജിന്ന് പെടും മലക്ക് പെടുമെന്ന് നിങ്ങൾ അന്ന് ഖുറാഫിയോട് പറഞ്ഞു, കോട്ടക്ക സംവാദത്തിൽ പറഞ്ഞു, മടവൂരിയോട് പറഞ്ഞു. ഞങ്ങളൊക്കെ അന്ന് കിതാബ് തന്നു. എന്താ കാരണം? നിങ്ങളത് ഉള്ളത് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ മാറ്റി പറഞ്ഞു. ജിന്നതിന് പെടില്ലെന്ന് പറഞ്ഞു, ജിന്ന് ദുആ കേൾക്കുമെന്ന് പറഞ്ഞു, ശൈത്താൻ ദുആ കേൾക്കുമെന്ന് പറഞ്ഞു, മലക്ക് ദുആ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മടവൂരി ചാരന് പിന്നിൽ അയാൾക്ക് കിതാബ് തുർക്കൽ എന്ന പേരിൽ പോകേണ്ടി വന്നു. തുർക്കൽ ആവശ്യം അവിടെ വന്നിട്ടില്ല.
അത് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞല്ലോ. മൂപ്പകൾ ആകെ പണി എന്തായിരുന്നു? ക്യാമറയും പിടിച്ചിങ്ങനെ ഇരിക്കുക. ചില കിതാബ് ആവശ്യമില്ല. മൂപ്പത്തെ ചെറിയൊരു ടാബ് ഉണ്ട്, അതും കൊണ്ട് മൂപ്പര് ഫോട്ടോ പിടിച്ചിങ്ങനെ ഇരുന്നു. ഹംസ ബാക്കറി ഇടയ്ക്കിടയ്ക്ക് അകത്ത് പോയിട്ട് വീഡിയോ വെച്ച് തിരിച്ചു പോലും ചെയ്തു. ആ സംഭവിച്ചതാ. അപ്പൊ യഥാർത്ഥത്തിൽ ആർക്കാ കുട്ടിയെ മാറ്റം വന്നത്? എവിടേക്കായി പോണത്? അള്ളാഹുവിന്റെ സിഫാത്ത് പോലും ജിന്നും മലക്കിനും വകച്ചൂർ. ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് അഭൗതിക എന്ന് പറഞ്ഞ അവിടെ നിൽക്കൂല പ്രശ്നം. ജിന്നും മലക്ക് അഭൗതിക നിങ്ങൾ പറയുന്ന 1-ാം തീയതി മുതൽ നിങ്ങളുടെ അപകടം ഇതാ ആരംഭിക്കുകയാണ്, നിങ്ങളുടെ വ്യതിയാനം ആരംഭിക്കുകയാണ്. ഈ നിങ്ങൾ ഇവിടുന്ന് വഴിമാറി അതിവിദൂരമായ ഗർത്തത്തിലേക്ക് ചാടാൻ പോകുന്നത്. അതാ നമ്മളിപ്പൊ കണ്ടത്. ഒരു പടി കൂടി കടന്ന് പറഞ്ഞു ശൈത്താൻ ഉത്തരം ചെയ്യും. പ്രാർത്ഥന കേൾക്കും, മനസ്സറിയും എന്ന് മാത്രമല്ല ശൈത്താൻ ഉത്തരം ചെയ്യും. പറഞ്ഞോട്ടെ, കുടിക്കുന്നു പറഞ്ഞതാണ്. നമ്മുടെ സംസാരം കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. വളരെ കൃത്യമായി വിശദീകരിച്ചു. ഇനി ഇതിന് നേരെ വിപരീതം ഇതേ മുസ്ലിയാർ എന്നെ പ്രസംഗിക്കണ്ടേ? അതാ രസം. ഇപ്പൊ നമ്മൾ പ്രസംഗിച്ചായിട്ടല്ലോ. നമ്മുടെ സംസാരം ജിന്നും മലക്കും കേൾക്കും, പക്ഷെ എന്ത് കേൾക്കൂല? പ്രാർത്ഥന കേൾക്കൂല. ഇതേ മുസ്ലിയാർ പ്രസംഗിക്കുന്ന മറ്റൊരു ഭാഗം കേട്ടോളി. മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാകെ പ്രത്യക്ഷപ്പെടുക, മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് മലക്കുകളെയും അവർ ആരാധിച്ചവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഇവർ ആരാധിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? അവർ ജിന്നുകളെയാണ് ആരാധിച്ചിരുന്നത്. നിങ്ങൾ ഇവർ ആരാധിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? അവർ ജിന്നുകളെയാണ്. അള്ളാഹു പരലോകത്ത് മലക്കുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയാണോ ഇവർ ആരാധിച്ചിരുന്നത്? അപ്പോ മലക്കുകളുടെ മറുപടി ബൽക്കാനു യഅ്ബുദൂനൽ ജിന്ന, ഞങ്ങളെയല്ല റബ്ബേ, അവർ ജിന്നുകളെയാണ് ഇബാദത്ത് ചെയ്തിരുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഫൈസൽ പറയുന്ന വാക്ക് കേട്ടോളി. മലക്കേത് വിളിച്ചു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മലക്കല്ല, ജിന്നായിരുന്നു, ശൈത്താനായിരുന്നു. അങ്ങനെ ശൈത്താൻ നോക്കിയെടുക്കുക, അന്നലത്തോട് വിളിച്ചു കിട്ടോ നോക്കിയിട്ട്. മലക്കേത് വിളിച്ചു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മലക്കല്ല, ജിന്നായിരുന്നു, ശൈത്താനായിരുന്നു. മലക്കേ എന്ന് വിളിച്ചു, ആ വിളിക്ക് ഉത്തരം ചെയ്തതാരാ? ശൈത്താൻ. വിളി കേട്ടു എന്ന് മാത്രമല്ല, ആ വിളിക്ക് ഉത്തരം ചെയ്യുകയും ചെയ്തു. ഈ സംഭവം കണ്ടോ? മലക്കിനെ വിളിച്ചു, ശൈത്താൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത് അത് മൂപ്പരെന്താക്കി? മലക്കിനെ വിളിച്ചു, ശൈത്താൻ ഉത്തരം ചെയ്തു. മലക്കിനെ വിളിച്ചു, ശൈത്താൻ ഉത്തരം ചെയ്തു മൂപ്പര വക. ഞാൻ പറഞ്ഞത് മലക്കിനെ വിളിച്ചു, ആ വിളി ശൈത്താൻ കേട്ടു, ശൈത്താൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇവൻ തെറ്റിദ്ധരിച്ചത് മലക്കാ പ്രത്യക്ഷപ്പെട്ടത്. മൊയ്തീൻ ശൈഖിനെ വിളിച്ചു, ശൈഖ് പ്രത്യക്ഷപ്പെട്ടു ഇവന്റെ കാഴ്ചയിൽ. ഓൻ തെറ്റിദ്ധരിച്ചു, ശൈഖ് വന്നതാരാ? ശൈത്താനാ. ദുആക്ക് ഉത്തരം ചെയ്തതാണോ? അല്ല. ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ല മാത്രം, ദുആ കേൾക്കുന്നവൻ അല്ല മാത്രം. എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട്. ഒരാൾ പുഴയിൽ മുങ്ങി മരിക്കാൻ പോവുക. പുഴയിൽ മുങ്ങി മരിക്കാൻ പോകുമ്പോ അല്ലാ രക്ഷിക്കണേ എന്ന് ഇയാൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ ഇയാൾ മുങ്ങി മരിച്ചു. ഇയാളെ ദുആ അല്ലാഹ് കേട്ടുവോ? ഉത്തരം ചെയ്തുവോ? നാസസുലൈം എന്താ പറയാ? അല്ലാഹ് ദുആ കേൾക്കൂല, ഉത്തരം ചെയ്യൂല, സമീർ ദുആക്ക് വെറുതെ പറഞ്ഞതാ എന്ന് പറയാ നാസസുലൈമി. ഞാൻ മനസ്സിലാക്കുന്നു, രക്ഷിക്കണേ എന്ന ഇയാളെ ദുആക്കുള്ള ഉത്തരമാണ് ഇയാളെ മുക്കിക്കൊന്നത്. രക്ഷിക്കണേ എന്ന ദുആക്ക് ഉത്തരം ഇയാളെ മുക്കിക്കൊന്നത്. എന്തുകൊണ്ട്? ഇയാൾ ചോദിച്ചത് കേവലമായ താൽക്കാലികമായ രക്ഷയാണെങ്കിലും ഇയാൾക്ക് ശരിയായ രക്ഷ ഏത് എന്നറിയുക ഭാവിഭൂത വർത്തമാനമെന്ന റബ്ബിന് മാത്രമാ. അതുകൊണ്ട് അയാൾക്ക് ഇപ്പൊ രക്ഷപ്പെടല്ല, വെള്ളത്തിൽ പൊങ്ങല വേണ്ടത്, നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടത്. അതിന് ഖൈറ് അയാൾ ഇനി ജീവിക്കാതിരിക്കലാ. റബ്ബിന് മനസ്സിലാവും. അയാൾ ഇപ്പൊ മുവഹിദ, ഇപ്പൊ അയാൾ മരിച്ച ഷഹീദിന്റെ കൂലിയാ. ഒരു പക്ഷേ അയാൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി 10 കൊല്ലം ജീവിച്ച് അഖ്ലാനിയായി, ഖുറാഫിയായി, ഖുബൂലിയായി, ശിർക്കകപ്പെട്ട് ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, നരകത്ത് കണ്ടു പോകും. അപ്പൊ അല്ല തീരുമാനിച്ചു പോകാനാണ്, മരിച്ചോട്ടെ, സ്വർഗത്ത് കണ്ടു പോയിക്കോട്ടെ. അവിടെ ദുആക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. രക്ഷിക്കുന്ന ദുആക്ക് ഉത്തരം മുക്കിക്കൊന്നത്. കണ്ണു കാണാത്ത മനുഷ്യൻ എന്നും പ്രാർത്ഥിച്ചു, റബ്ബേ കാഴ്ച തരികണേ. മരിക്കുന്നവരെ കാഴ്ച കിട്ടിയില്ല, അതിനർത്ഥം ദുആക്ക് ഉത്തരം കിട്ടില്ല എന്നല്ല. ദുആക്ക് ഉത്തരം കിട്ടി. എന്താ ഉത്തരം? അയാളെ കാഴ്ച കൊടുത്തില്ല, അതാ ഉത്തരം. അയാളെ കണക്കിൽ കാഴ്ച കിട്ടൽ ഖൈറാണ്. അള്ളാഹുവിന് അറിയാം അയാൾക്ക് കാഴ്ച ഇല്ലാത്തതാ ഖൈറ്.
അതുകൊണ്ട് ഏറ്റവും ഖൈറെന്തോ ആ ഖൈർ അല്ലാഹു നൽകും. റസൂലുള്ളാഹി പറഞ്ഞു ദുആക്ക് 3 രൂപത്തിലാണ് ഉത്തരം. ഒന്നുകിൽ ചോദിച്ച കാര്യം കൊടുക്കും, അല്ലെങ്കിൽ ഒരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. എന്തിനാ അത്? ചോദിച്ച കാര്യം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാ? ചോദിച്ച കാര്യം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ മുസീബത്ത് ഒഴിവാക്കുന്നത്? അല്ല. പക്ഷെ ചോദിച്ച കാര്യം ഇയാളെ സംബന്ധിച്ച് ഖൈറല്ല എന്ന് റബ്ബിനറിയാം, അതുകൊണ്ട് അല്ലാഹു കൊടുക്കൂല. പകരം ഒരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. ഇനി ചിലപ്പോൾ മുസീബത്ത് ഒഴിവാക്കാൻ ഇല്ല അയാൾക്ക് കണക്കാക്കിയത്, അല്ലെങ്കിൽ ഉണ്ട് പക്ഷെ ഒഴിവാക്കാൻ പറ്റൂല. എന്നാലോ പരലോകത്ത് അയാളെ ദുആക്ക് അല്ലാഹു പ്രതിഫലം നൽകും. ഇത് മൂന്നില്ലെങ്കിൽ ദുആ വെറുതായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാ ദുആ എന്ന് പറഞ്ഞാല്. അല്ലാണ്ട് ചെന്ന് ചോദിച്ചെടുത്തുന്നു അത് ദുആയും ഉത്തരവല്ല. കണ്ണ് കാണാത്ത മനുഷ്യൻ മാതാ അമൃതാനന്ദമയ്യെ ചെന്ന് കണ്ട് അവളെ ദൈവമായി കാണുന്ന ഭക്തൻ അവരോട് പറഞ്ഞു, അമ്മ എന്റെ കണ്ണിന് കാഴ്ച തരണം. ഒരുദ്ദേശം എന്താ? അമ്മ നോക്കിയാ മതി, അമ്മ തടവിയാ മതി, അമ്മ ഒന്ന് ഊതിയാ മതി, എന്റെ കണ്ണിന് കാഴ്ച കിട്ടുന്ന അമ്മ ദൈവാന്ന് വിശ്വസിക്കുന്നവനാ. ഓൻ പോയി പ്രാർത്ഥിച്ചു, ശുദ്ധമായ ശിർക്ക് ചെയ്തു. അമ്മ എന്ത് ചെയ്തു? ഒരു വെള്ളപ്പേപ്പെടുത്തൊരു എഴുത്തെഴുതി മൂപ്പത്തേല് ഹോസ്പിറ്റലിക്ക് ഇവര് ഫ്രീ ആയിട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കണം. അവിടെ പോയി ഓപ്പറേഷൻ ചെയ്ത് കണ്ണൊക്കെ മാറ്റി വെച്ച് നല്ല പുതിയ കണ്ണൊക്കെ വെച്ചിട്ട് പോകാൻ പുറത്തിറങ്ങി പോകാൻ പറയാ, നിങ്ങൾ ആയത്ത് പൊളിഞ്ഞു പോന്ന്. നിങ്ങൾ പറയുന്ന ദ്വാന കേൾക്കൂല, കേട്ടാ ഉത്തരം ചെയ്യൂല. ഞാൻ ദ്വാര അമ്മ കേട്ടു, എന്റെ കണ്ണ് തിരിച്ചു കിട്ടി, ആയത്ത് പൊളിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ഈ മട വിളിച്ചാൽ എന്താ പറയാ? അതല്ല കൂട്ടരെ ദുആക്കളുടെ ഉത്തരം. റബ്ബിനോട് കണ്ണിന്റെ കാഴ്ചക്ക് വേണ്ടി തേടിയ മനുഷ്യന് അല്ലാഹു ഈ ദുനിയാവിൽ കാഴ്ച കൊടുക്കാതിരിക്കുന്നത് ഉത്തരമാണെങ്കിൽ ഇവന് ഏതാണ് ഖൈർ എന്ന് തീരുമാനിക്കാൻ ഇവന്റെ ഭാവി ഭൂത വർത്തമാനം അറിയുന്ന റബ്ബിനെ കഴിയൂ. ആ റബ്ബ് നൽകുന്നതാ ഉത്തരം. ആ റബ്ബിന്റെ കേൾവിയാ ദുആയുടെ കേൾവി. ആ ദുആ കേൾക്കാൻ കാതോട് കേൾക്കാന്നതല്ല, ചെവി കൊണ്ടുള്ള കേവല കേൾവിയല്ല ദുആ കേൾക്കല്. അതുകൊണ്ട് സമീഉ ദുആഇനും ലാ യസ്മഉ ദുആക്കും എന്നതിനുമൊക്കെ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം എന്താ? സമീഉ ദുആ എന്ന് പറഞ്ഞാൽ അത് സംഉൽ ഇദ്റാകി വൽ ഇസ്തിജാബ, സംഉൽ ഖബൂലി വൽ ഇസ്തിജാബ എന്നാണ്. ഉത്തരം നൽകാൻ പര്യാപ്തമായ കേൾവി, അതാണ് സമീഉ ദുആയുടെ അർത്ഥം. അല്ല വെറുതെയുള്ള കേൾവിയല്ല. അത് റബ്ബിനെയുള്ളൂ. ആ റബ്ബെ ദുആ കേൾക്കൂ, ആ റബ്ബെ ഉത്തരം ചെയ്യൂ. സംശയം തീർന്നിട്ടില്ലേ? എ പി അബ്ദുൽ ഖാദിർ മൗലവി എഴുതുന്നു. എ പി അബ്ദുൽ ഖാദിർ മൗലവി ഈ പുസ്തകത്തിന്റെ 90-ാമത്തെ പേജിൽ കാണാം എന്താ എഴുതിയത്? നിങ്ങളവരെ വിളിച്ചു തേടുന്ന പക്ഷം, നിങ്ങളവരെ വിളിച്ചു തേടുന്ന പക്ഷം നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നതല്ല. ഖിയാമത്ത് നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളിയാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂറത്ത് ഫാത്തിറിലെ ഈ ആയത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കലും ഉത്തരം നൽകലും അള്ളാഹുവിന്റെ മാത്രം കഴിവാണെന്നും മരിച്ചോ ഇതര സൃഷ്ടികൾക്കോ അതിന് കഴിയില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കാം. ആര്? എ പി അബ്ദുൽ ഖാദിർ മൗലവി. ഇന്തദുഉഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്ത് കൊടുത്തിട്ട് പറയാ, ഈ ആയത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കലും ഉത്തരം ചെയ്യലും അള്ളാഹുവിന്റെ മാത്രം കഴിവാണെന്നും മരിച്ചവർക്കോ മറ്റു സൃഷ്ടികൾക്കോ കഴിയില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കാം. എഴുതിയത് എ പി, ക്രോഡീകരിച്ചത് പഞ്ഞൂര്, പ്രസിദ്ധീകരിച്ചത് KNM. ഏത് KNM-ൽ ആ കായക്കൊടി താങ്കളുള്ളത്? ഈ KNM-ൽ ഞങ്ങളുണ്ട്, ഈ KNM-ൽ ഞങ്ങളുണ്ട്. ഇതിൽ നിങ്ങളുണ്ടെന്ന് പറയാൻ കഴിയുമോ? എ പി ഈ ലേഖനം, എ പി നൽകിയ ഈ അഭിമുഖം, KNM പുറത്തേക്ക് ഈ പുസ്തകം, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് പറയാൻ കായക്കൊടിക്കാകുമോ? അനസ് മൗലവിക്കാകുമോ? അബ്ദുറഹ്മാൻ സലഫിക്കാകുമോ? സാക്ഷാൽ മടവൂരി ചാലിന് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഇനിയിപ്പോ എ പി അന്നൊരു പോയത്ത് എഴുതി എന്ന് പറയാൻ പറ്റുമോ? എന്നാ പിന്നെ പന്നൂരെങ്കിലും തിരിയണ്ടേ? അങ്ങനെയല്ലാന്ന് പ്രസിദ്ധീകരിച്ചോ തിരിയണ്ടേ? ഇനി മാത്രം എന്നിട്ടും സംശയം ഉണ്ടായപ്പോ നമ്മളെ കുട്ടി എ പിക്ക് വിളിച്ചിരുന്നു. അല്ല മൗലവി, ചില ആൾക്കാരിപ്പോ ജിന്നും മലക്കൊക്കെ ദുആ കേൾക്കുന്നു പറയാൻ തുടങ്ങിക്കല്ലോ. അല്ല, ഇതിനല്ലേ ജിന്നൂരിയാളെ കുഴപ്പം. മൂപ്പ് വിചാരിച്ച് ജിന്നൂരിയാ പറഞ്ഞത്. മൂപ്പ് വിചാരിച്ച് ജിന്നിനെ പിന്നാലെ കൂടി ഇപ്പൊ അതും പറഞ്ഞു. മൂപ്പ് മനസ്സിലാക്കിയത്. മൂപ്പര് പറഞ്ഞത് ഓരെന്തായാലും മുജാഹിദായി കൂട്ടാൻ പറ്റൂല. അതാ പറഞ്ഞോട്ടെ, നിങ്ങൾ കേട്ടോളൂ. എ പിന്റെ ഫോം വിളിച്ച് ചോദിച്ചാ എന്താ മോനെ തിരക്കിലാണോ? ബുദ്ധിമുട്ടുണ്ടോ? വേറെന്താ? സുഖല്ലേ? പിന്നെ വേറെന്താ?
ഞാനത് മറ്റേ എടുത്താണിക്കുന്ന നമ്മളെ പ്രവർത്തകനാണ്. വേറെ എന്താ സുഖലൊക്കെ? ഇല്ല. വേറെ എന്തൊക്കെയാണ് വിഷയങ്ങൾ? എന്താ ചോദ്യം? ഒന്നുമല്ല, ഞാൻ ചോദിക്കാനല്ല, ഒന്നുമല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കാം. വെറുപ്പൊന്നും വിചാരിക്കരുത്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കുമോ? ഖുർആൻ പറഞ്ഞാലല്ലേ എന്തേ? അപ്പൊ അവർ ദുആ കേൾക്കൂലെന്ന് കേൾക്കൂല. ഉത്തരം ചെയ്യില്ല. പിന്നെയല്ല, നിങ്ങൾ നിങ്ങളെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് മനുഷ്യരേല് അവർ നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ മലക്കാളും ചിന്നാളും ഒന്നും നമ്മളെ ദുആ കേൾക്കൂല. കേൾക്കൂല ഇല്ല എന്നാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ഖുർആനോദി പറഞ്ഞില്ല നിങ്ങളോട്. അപ്പൊ അങ്ങനെ തന്നെയാണ് അതിന്റെ വിവക്ഷത. മലക്കാളും ചിന്നാളും മനുഷ്യരുടെ ദുആ കേൾക്കാൻ കഴിയൂല അല്ലേ? കഴിയൂല എന്നാണ്. അല്ല ഇനിയിപ്പോ അതിലേ അതിന് പുതിയ വല്ല തെളിവുണ്ട്? നോക്കട്ടെ, എന്തെങ്കിലും നോക്കി. അത്രേ കേൾക്കാൻ പറ്റുന്ന വല്ല തെളിവുണ്ടോന്ന് ഉണ്ടാക്കിക്കണമെന്ന് അറിയില്ലല്ലേ? ഓക്കെ, എന്നാ ശരി. എങ്ങനെയുണ്ട് ഇപ്പോ? ബാക്കി കഴിഞ്ഞിട്ടില്ല, കട്ടായില്ല, വീണ്ടും വിളിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ എത്തിയെന്നറിയോ? ഒരു പറഞ്ഞിപ്പോ എവിടെ എത്തിയെന്നറിയോ? എവിടെ എത്തിയെന്ന് പറഞ്ഞാല് മലക്കും ജിന്നും ദുആ കേൾക്കുന്നു വരെ എത്തി. ഓര് പറഞ്ഞപ്പോ എന്താ അറിയോ? മാതാ അമൃതാനന്ദമയിനോട് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ മാതാ അമൃതാനന്ദമയി കേൾക്കണില്ലേ? ഓര് പറയാണ്. എന്താണ് ഞാൻ ഓരോട് പറഞ്ഞു? മാതാമൃതാനന്ദമയോട് ഇവിടെ ഇരുന്നിട്ട് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് കേൾക്കുവോ? ഇല്ല. പിന്നെന്താ പടച്ചോനെ ഓര് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു നോക്കി. അപ്പൊ ഞാൻ ഓരോട് ചോദിച്ച്, ഒരു ഊമ ദ്വാ ഇരിക്കുന്നുണ്ടല്ലോ, ആ ദ്വാ കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അബ്ബേ എവിടെ എത്തിയല്ലേ? എവിടെ എത്തിയാണ്ട് ചിന്തിച്ചാ മതി. ഞാനേ ഞാൻ പറയല് ഒരാൾ കിണറ്റിൽ വീണു. ഒരാൾ കിണറ്റിൽ വീണു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട അയാൾ കയറി. എന്നിട്ട് കയറിയിട്ട് അങ്ങോട്ട് ചാടി. അതെ, ആണ്ട് എത്തിയപ്പോ നമ്മളാൾ ചാടി. എത്ര കഷ്ടപ്പെട്ടിട്ടാണ്? ഒരു 100 കൊല്ലത്തെ ശ്രമഫലമായിട്ടാണ് സനാഉല്ലാ മക്തി തങ്ങൾ മുതൽ ഇതുവരെ ഏതാണ്ട് 100 കൊല്ലത്തെ ശ്രമഫലമായാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ എത്തിച്ചത്. കേരളമാണ് പിന്നെ വിദ്യാഭ്യാസം നമ്മളെയാണ് ഇപ്പൊ ഉന്തിക്കണ്ടിരിക്കേണ്ടത്. വല്ലാത്തൊരു വാതലെ. മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്നു പറഞ്ഞ പടച്ചോനെ. പിന്നെ എന്തായിട്ട് വർത്താനം? സുഖാണ്, അൽഹംദുലില്ലാ. പിന്നെ അതല്ല, ഇത് ഞാൻ അവരോട് എന്താ നമ്മളൊന്ന് പറയാ? അവരെ നമ്മൾ ഒഴിവാക്കി. എല്ലാം ഈ സംഘടനയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കി. വേറെ എന്ത് ചെയ്യാൻ കഴിയും? തൂക്കിക്കൊല്ലാൻ ഇല്ല, തൂക്കിക്കൊല്ലാനൊന്നും കഴിയൂല. ഈ മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്ന തന്നെ ഓരിപ്പോ ഗാന്ധപുരം വിഭാഗത്തോടൊപ്പം ആയല്ലേ? മോശമല്ലേ? അതിനേക്കായി മോശമായി. പടച്ചോനെ, മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്ന് പറഞ്ഞാൽ എന്താ ഇത്രയും കാലം നമ്മള് ഒരു ദുആ കേൾക്കൂലെന്ന് തന്നെ ഇവിടെ കിടന്ന് ഒറ്റപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നും ഞാൻ ബേജാറായി നടത്തുന്നുണ്ട്. അല്ല, ഈ വിഷയത്തിൽ നമുക്ക് ഓരോരു തുറന്ന ചർച്ചക്കിരുന്നൂടെ? എന്തിന് തുറന്ന് ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു യോഗ്യത പോലും അവർക്കില്ല. ഈ മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്നു പറഞ്ഞവർക്ക്
ഇതെന്താ നമ്മൾ ചർച്ച ചെയ്ത്? അതേതാണ് ഒരു തുറന്ന ചർച്ചക്കടക്കം ഇല്ലാതായി. ഈ മലക്കാൾ ഓരോ ലാസ്റ്റ് തുരിപ്പിച്ചിട്ടാണ് ഈ മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്ന് പറഞ്ഞ് അല്ലേ? ഓ നമ്മൾ ധരിച്ചു പോവുക. മുജാഹിദുകൾ ആകെ നെട്ടിട്ട് നമ്മൾ ഇത്ര കാലം കഷ്ടപ്പെട്ടിട്ട് ഈ സമുദായത്തെ ഇല്ലറക്കാരല്ല പറഞ്ഞത്. ഇത്രയും കാലം ഈ ഖുർആൻ നൗഷാദ് ഹുസൈനായിട്ടൊക്കെ മുഖാമുഖം നടത്തിയിട്ട് നല്ല നല്ല പ്രഗത്ഭ പണ്ഡിതന്മാരാണ് ഈ വിഷയം സംസാരിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എവിടെ എത്തി നോക്കണം. ഇബിലീസ് ചാവൂല എന്നാണ്. ഇബിലീസ് ചാവൂല. ഇബിലീസ് പിടികൂടിയതാണ് ഇവരൊക്കെ. അതിപ്പോ ഞാൻ ആര് പറഞ്ഞാലും എന്താപ്പ ഈ വർത്താനങ്ങൾ ആലോചിച്ച് നോക്കാണ്. മലക്കുകളും ജിന്നുകളും ദുആ കേൾക്കും. മാതാമൃതാനന്ദമയിനോട് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ മാതാമൃതാനന്ദമയി കേൾക്കും. അത് ഒന്നാം നമ്പർ തോന്നിയാസം. ഇത് 2ാം നമ്പർ തോന്നിയ. അല്ല ഇവിടെ ഇരുന്നിട്ട് മാതാമൃതാനെന്ന് വയ്യനെ രക്ഷിക്കണെന്ന് പറഞ്ഞ കേൾക്കുമല്ലോ മൂപ്പത്തിയത്. എന്തൊക്കെയാണ് ഇവരൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ട റബ്ബേ? സമൂഹത്തോട് മാപ്പ് പറയിച്ചിട്ട് മാപ്പ് പറയാൻ മാത്രം യോഗ്യതയും കൂടി അവർക്കില്ല. ശരിയല്ലേ? അത്രയും വലിയ അപരാധമാണ് അവര് പറഞ്ഞത് അല്ലേ? അതെ അതെ അതെ. വേറെന്തൊക്കെയുണ്ട്? എന്താ വേറെ പോലെ. അപ്പൊ കണ്ണങ്ങൾ, ഇതാണ് ശരിയായ മുജാഹിദിന്റെ വിശ്വാസം. ഈ കുത്തിരിപ്പ് ഒന്നും തിരിയാത്ത ശരിയായ മുജാഹിദിന്റെ മറുപടിയാണ് ഈ വിഷയത്തിൽ ഏപ്പി പറഞ്ഞത്. പല കുത്തിരിപ്പും മൂപ്പർക്ക് അറിയാം, പക്ഷെ ഇത് മൂപ്പർ അറിഞ്ഞിട്ടില്ല. നമ്മളെ കുട്ടികളെ പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാ ഇത് മറ്റോ പറഞ്ഞത് ആവേശത്തിലാണ് മൂപ്പർ സംസാരിക്കുന്നത്. ആ മൂപ്പർ അത്ര ചന്നനായിട്ടില്ല. ലേശക മൂപ്പക്കും തിരിയുണ്ട്. നമുക്ക് അഭിപ്രായമില്ല. മൂപ്പര് അത്ര ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് പറ്റ ചന്യായിരിക്കാത്ത അഭിപ്രായം നമുക്കില്ല. ലേശക്ക് മൂപ്പരും പൊട്ടം കളിച്ചിട്ട് തന്നെ ഈ വക കളിയൊക്കെ വന്ന് നടക്കണേ. അല്ലെങ്കിൽ ഉണ്ടോ ഇങ്ങനെ ഒരു സംഗതി? അപ്പൊ കണ്ടോ, ജിന്നും മലക്കും ദുആ കേൾക്കൂലെന്ന് മൂപ്പര് ഒരു ആയത്തേര ഇന്ദുഹായക്കും. ഇതിന് പറഞ്ഞ ആയത്തേര ഇന്ദുഹായക്കും. ജിന്നും മലക്കും ദുആ കേൾക്കുന്ന പറയാൻ കായക്കുടിക്ക് ആയത്തേര ഓരോ സമയവും മസ്തജാബൂലക്കും. കണ്ടോ എവിടെത്തി? അപ്പൊ റബ്ബിന്റെ വിശേഷണം ശൈത്താനെ വകച്ചു കൊടുക്കുന്നു. ഇതായിരിക്കാം ഒരു പക്ഷെ പണ്ട് നമ്മൾ TP ജാമീന് പറഞ്ഞിരുന്നു, അള്ളാന്റെ കഴിവൊക്കെ ശൈത്താനെ വകച്ചു കൊടുക്കുകയാണ്. അവിടെ TP പറഞ്ഞോട്ടെ, നമുക്ക് ഇപ്പൊ അത് ഫിറ്റാണ്. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മത്സരത്തിനെ അടക്കം എന്തെല്ലാമോ ആയിച്ച് പരിഹരിക്കുന്നു. അള്ളാഹുള്ള കഴിവ് പോലെ തന്നെ ശൈത്താന് കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തിനിർത്തുന്നു. ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു സമൂഹം. ഇവരാണ് ശൈവോന്നതി എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു, നാം തിരിച്ചു പോക്കാൻ ആരംഭിച്ചേക്കുന്നു. അതെ, കണ്ടോ, കുറച്ചു കാലം രാഷ്ട്രീയത്തിലുണ്ടായതുകൊണ്ട് ലേശം ദീർഘവീക്ഷണം മൂപ്പർക്കുണ്ടാവും. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു, അള്ളാന്റെ കഴിവ് ശൈത്താനുണ്ട് പറയുന്നിടത്തേക്ക് വ്യാഖ്യാനങ്ങൾ എത്തി. അതെ, TP സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകൾ ഇതാ പച്ചയായി തുറന്ന് പറഞ്ഞു, അള്ളാഹു മാത്രമല്ല, ദുആ കേൾക്കുന്നവൻ അള്ളാഹു മാത്രമല്ല, ഉത്തരം ചെയ്യാനും ശൈത്താന് കഴിയും എന്ന് ഞാൻ ആസസുലിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എവിടേക്കായി പോക്ക്? തൗഹീദാ പൊളിയുന്നത്. എന്നിട്ട് നമ്മള് ശിർക്കിന്റെ ആൾക്കാരത്രേ, നമ്മൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നു അത്രേ. എത്ര ഗൗരവമാണ് സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ പുളിക്കുന്ന ഈ മറുപടിയൊക്കെ പറഞ്ഞപ്പോ പിന്നെ നമ്മളെ കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു. ജിന്നു മലക്കുമായി ബന്ധപ്പെട്ട സബബ് വിഷയം, ആ സബബ് പണ്ട് കോഴിച്ചന പൊളിഞ്ഞ സബബ് ഉണ്ടല്ലോ, ആ സബവുമായി ബന്ധപ്പെട്ട് നമ്മളെ കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു. ആ ചോദ്യം മറുപടിയും കേട്ടോളി, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സലീഫ്, സ്ഥലം പന്തിരങ്കം. ചോദ്യം,
പന്നിപ്പാറ സംവാദത്തിൽ വെച്ച് ഫൈസൽ മുസ്ലിയാരും സാലിഷ് വാടാനപ്പള്ളിയും നടന്ന സംവാദത്തിൽ ഇലാജിന്റെ സന്ദർഭത്തിൽ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ വസീലത്ത് ശിർക്കായത് ഉണ്ട് എന്ന് പറഞ്ഞു. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇലാജിന്റെ സന്ദർഭത്തിലായാലും ഏത് സന്ദർഭത്തിലായാലും ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ശിർക്ക് തന്നെ. ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ശിർക്ക് തന്നെ, സഹായത്തേട്ടം ശിർക്ക് തന്നെ. എന്നാൽ അവിടെ പറഞ്ഞ വിഷയം മുഖാത്തബത്തുമായി ബന്ധപ്പെട്ടതാണ്. ജിന്നിനോട് ഇവിടെ നമ്മളുടെ ജമിയത്തുലമയുടെ PNP ലത്തീഫ് മൗലവി അടക്കമുള്ള ആളുകൾ ചേർന്നെടുത്ത തീരുമാനത്തിൽ പറഞ്ഞതുപോലെ റുഖിയ ശറയ്യ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമുൽ നടത്തുന്നതോ പാടുള്ളതല്ല, മുഖാത്തബത്ത് പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ നിലയിൽ സംസാരിച്ചത്. അല്ലാതെ ജിന്നിനോടുള്ള സഹായവേട്ടം എന്ന നിലയിലല്ല. ആ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാം. അതെ, കണ്ടോ, പന്നിപ്പാറ സംവാദത്തിന് ചോദിച്ചുവല്ലോ, ജിന്നിനോട് സഹായത്തേട്ടത്തിന് ശിർക്കായതുണ്ട്, വസീലയായതുണ്ട് എന്നൊരു ഫത്വ സാലിഷ് തന്നെ വായിച്ചു. ഓന് ഫത്വ നസ്റുട്ട് ആരോ കൊടുത്തയച്ചതാ. ഇവിടെ അദ്രാമസരഫ് ഇംഗ്ലീഷ് വായിച്ച പോലെ അങ്ങനെയാണ് ഓൻ കൊടുത്തിട്ട് വായിച്ചത്. അപ്പൊ ഇതിന് അപകടം ഓ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഓ വായിച്ചു കഴിഞ്ഞപ്പോ എന്താ ഉള്ളത്? മിൻഹാ മാ ഹുവ ശിർക്കുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർക്കി. ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്. അത് വായിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, ഈ വായിച്ചത് നീ അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ച. ഇപ്പൊ വായിച്ചത് നീ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, അത് ഞാൻ തോട്ടിക്കിട്ടുകിടുകയാണ്. പിന്നെന്തിനാ നീ വായിച്ചു ചോദിച്ച്? നീ കൊണ്ടുവന്ന് വായിക്ക, അത് തോട്ടിലേക്ക് അറിയാൻ പറയാ, പിന്നെ എന്തിനാ വായിച്ചത്? അപ്പൊ സദസ്സിന് ചോദ്യം വന്നു, നിങ്ങള് റുഖിയയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ശിർക്കായതും വസീലയായതും ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? അപ്പൊ പിന്നെ മുപ്പത് നയം മാറ്റി, അത് റുഖിയന്റെ വിഷയത്തിലാണ്, ഇലാജിന്റെ വിഷയത്തിലാണ്, അത് ഞാനും അംഗീകരിക്കുന്നു, ഇവിടെയാണ് വിഷയം, അത് വേറെ ഇത് വേറെ. അപ്പോൾ പിന്നെ ആകെ കുടുങ്ങിയത്. അത് പുറത്തിറങ്ങി ഓർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വിധം പ്രയാസപ്പെട്ടു. അങ്ങനെ കോഴിത്തൻ സംവാദത്തിലും ഈ ചോദ്യം നമ്മൾ ചോദിച്ചു. അവിടെ സാലിഷ് പറഞ്ഞിരുന്നു, ഇലാജിന്റെ സമയത്ത്, ചികിത്സാ സമയത്ത് ജിന്നിനോട് സഹായാർത്ഥനയിൽ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് കോഴിച്ചെന്ന് ചോദിച്ചപ്പോ നാസസുലമി മിണ്ടില്ല. ആ ചോദ്യം തന്നെ ഉപരി കേട്ടില്ല. കുറെ കാലമായ ആ ചോദ്യം അവരെ ചെവി കിടന്ന് അലക്കുക. അങ്ങനെ ഇവിടെയും ആ ചോദ്യം വന്നു. അപ്പൊ എന്തെന്ന് പറയണല്ലോ. അപ്പോഴാ കായക്കൊടി പറഞ്ഞത്, അത് ഇസ്തിആനത്തിനെ പറ്റിയല്ല, മുഖാത്തബത്തിനെ പറ്റിയാണ്. മുഖാത്തബത്ത്, ജിന്നുമായുള്ള അഭിമുഖ സംസാരം, അതിലാണ് ശിർക്കായതും അല്ലാത്തതും. എന്ന ഇസ്തിആനത്തിനെ പറ്റി പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കണ്ടെന്ന ആ സീഡ് കേട്ട മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം, അവിടെ ജിന്നിനോട് സഹായത്തേട്ടവും ഇസ്തിആനത്തും ആ ചോദ്യവും ഒക്കെ തന്നെ ആ ചർച്ചയ്ക്ക് വന്നത്. അതിനാ ശിർക്കായതും അല്ലാത്തതുമുണ്ട് സാധിച്ചു വന്നത് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നില്ല, എന്നല്ലാത്തതുമുണ്ട് സാധിച്ചു വന്നത് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നില്ല. എന്നിട്ട് ഇവിടെ നിന്ന് പറയാ അത് അതിനെപ്പറ്റിയാണ്. മറ്റേ ചങ്ങായി പറഞ്ഞോ, അത് ഓനെ നെട്ടിച്ച് ബേജാറാക്കി ഓനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നിച്ചിന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചത്, നമുക്ക് സൗഹാർദ്ദ സംസാരം നടത്താമായിരുന്നു, നിങ്ങൾ തയ്യാറാണോ? നമ്മൾ റെഡിയാണ്. അവനെപ്പോൾ ഞങ്ങള് വ്യവസ്ഥ എഴുതിയിട്ട് ഞങ്ങൾ മെയിൽ പറഞ്ഞാൽ മതി. അവര് മെയിൽ ചെയ്തു, ഒരു തിരുത്തൂല, നമ്മൾ ശരി അംഗീകരിച്ചു. അങ്ങനെ വ്യവസ്ഥ ഉണ്ടാക്കിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു, ഇത് അക്ബർ സാഹിബിനോട് ചോദിച്ച് അക്ബർക്ക് അനുവാദം തന്നെങ്കിലേ നമ്മൾ നടത്താൻ പറ്റുള്ളൂ. ശരി, നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ പല അനുവാദം കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിച്ചിന്റെ ഓഫീസ് നടത്താൻ പറ്റൂല. അങ്ങനെ പിന്നെ നടത്താൻ പറ്റുന്ന സ്ഥലം മലേഷ്യ വിളിച്ചിട്ട് അവസാനം അത് പന്നിപ്പാറയിലേക്ക് എത്തിയത് ഫെബ്രുവരി 14-ാം തീയതി 2013. ആ സംവാദത്തിലാണ് ഈ ചോദ്യം വന്നത്. ആ സംവാദമാണ് അത് സംഘടിപ്പിച്ച സംഘാടകയിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ ശരിയായ റൂട്ട് മനസ്സിലാക്കാൻ അവയ്ക്ക് വഴിത്തിരിവായി. അതെല്ലാം അങ്ങനെ തന്നെ. കോഴിച്ച സംവാദം സംഘടിപ്പിച്ചാളോ? കോഴിച്ച സംവാദം സംഘടിപ്പിക്കാൻ മുന്നിൽ ആളുണ്ടല്ലോ, ആദരിക്കും നമ്മുടെ സദസ്സില്. ആ കോഴിച്ച സംവാദം അന്ന് സംഘടിപ്പിക്കാൻ മുന്നിൽ ആള് നമ്മുടെ സദസ്സിൽ ഇപ്പോഴുണ്ട്. പ്രചരിപ്പിക്കാൻ കൊടുത്തതാണ് എന്ന് ആളുകൾക്ക് തിരിഞ്ഞു. അപ്പൊ ആളുകൾ കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാറായി എന്ന് മാത്രം. പിന്നെ ഇനി വലിയൊരു ചാർജ് ഉള്ളത് ആയത്ത് വ്യാഖ്യാന. കഴിഞ്ഞ മുഖാമുഖത്തിന് വിശദമായി നമ്മൾ പറഞ്ഞു, വെല്ലുവിളിക്കാനുള്ള പശ്ചാത്തലം പറഞ്ഞു, വെല്ലുവിളി ആവർത്തിച്ചു. ഇപ്പൊ മൂപ്പയ്ക്ക് എന്തെന്ന് പറയാതിരിക്കാൻ വയ്യ.
അതിന് മൂപ്പര് പറഞ്ഞ രസകരമായ ഒരു മറുപടി ഉണ്ട്. അതിന് മുമ്പ് ഒന്നുകൊണ്ട് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള പശ്ചാത്തലം എന്താ? എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, പുളിക്കലും പറഞ്ഞു. ഞാൻ വലിയ ആളായതുകൊണ്ടോ അയാളുമായി നടത്താൻ മാത്രം ഉണ്ടായതുകൊണ്ടോ അല്ല വിളിക്കുന്നത്, മറിച്ച് ഞാൻ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്നാണല്ലോ ആരോപണം. അത് അദ്റഹ്മാൻ സലഫിയാണ് നാട് നീളെ പറഞ്ഞു നടന്നത്. മാത്രവുമല്ല, സലഫിക്ക് താഴെ ഇനി ഒരാളും സംവാദത്തിന് വരാൻ ബാക്കിയുമില്ല. അതുകൊണ്ട് സലഫിയെ വെല്ലുവിളിച്ചു. എന്നാ ഞാൻ വേണം വാശി പിടിച്ചതോ? ഞാൻ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്നതാ വിഷയം. അത് ഞാനാ പറയേണ്ടത്. ഇത് പറയുമ്പോൾ തന്നെയും ഇവർ ദുർവ്യാഖ്യാനിച്ച ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിച്ചിരുന്നു. അതിനൊന്നും മറുപടിയില്ല. ഒന്ന് തന്നെ ഈ പറയണം, നിങ്ങൾ ദൃശ്യലോകത്തുള്ള മനുഷ്യനെ ഒഴിവാക്കിയെന്ന് എവിടുന്ന് കിട്ടി? ദുർവ്യാഖ്യാനമാണ്. എന്തേ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്തത്? എത്ര ആയത്ത് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി സിഹറുമായി ബന്ധപ്പെട്ട ആയത്ത് ദുർവ്യാഖ്യാനിച്ചില്ലേ? വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ എന്ന് പറഞ്ഞ് നിർത്തി, ഇല്ലാ ബിഇദ്നില്ല വിട്ടു. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ. അനുമതിയില്ലാതെ ഒഴിവാക്കിയിട്ട് ഇനിമ കൂടി. അതിലുണ്ടായത് കേട്ടോളൂ നിങ്ങൾ, കേവിന്റെ ആ ക്ലിപ്പ് സിഹറുമായി ബന്ധപ്പെട്ട്. അതുപോലെ സിഹർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നിസ്സ, ഖുർആന്റെ നിസ്സ, ഇത് ഖുർആന്റെ നിസ്സ. അപ്പൊ കണ്ടോ, ഖുർആന്റെ നിസ്സ എന്ത്? സിഹർ കൊണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഖുർആൻ നസ്സാണത്. ഇവിടെ പോയിപ്പത് കേവിയുടെ ഇപ്പത്തെ ആശയം എന്താ? നിങ്ങൾ പറയ്, ഈ പുളിക്കല് പറഞ്ഞു കൊടുക്കി. കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് സിഹറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലപാടെന്താ? ഖുർആൻ പറഞ്ഞ ശരിയായ നിലപാട് അംഗീകരിക്കുന്നുണ്ടോ? കെ ജെ യു പറഞ്ഞ തീരുമാനം അംഗീകരിക്കുന്നുണ്ടോ? വേണ്ട. ടി പി അബ്ദുൽ റസാഖ് വഖവി ഈ പുളിക്കലിലാണല്ലോ ഫിത്രയുമായി നടക്കുന്നത്. അയാളുടെ നിലപാടെന്താ? അയാൾക്ക് പിന്നെ എന്ത് സിഹർ? അയാൾക്ക് എന്തായാലും കുഴപ്പമില്ലാതാ. സിഹർ പോട്ടെ, എന്തായാലും മൂപ്പയ്ക്കൊന്നും വലിയ വിഷയമല്ല. സിഹർ ബാധിച്ചു ബാധിച്ചില്ല, മൂപ്പയ്ക്ക് അങ്ങനെ സംഗതിയേ ഇല്ല. മൂപ്പയ്ക്ക് സിഹറും റുഖിയയും ഒക്കെ മൂപ്പയ്ക്ക് പരിഹാസ. മൂപ്പല്ലേ പുളിക്കുന്നത് ചോദിച്ചത്? ഹാർട്ട് അറ്റാക്കായ മനുഷ്യന് നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയിരിക്കുമെന്നാ മൂപ്പര് ചോദിച്ചത്. ആ നിലക്ക് റുഖിയെ പരിഹസിച്ചതാ. അദ്റഹ്മാൻ സലഫിക്ക് റുഖിയ വേജാറുണ്ടാകും, പക്ഷെ റസാഖ് വാക്കതല്ലോ. ആ അബ്ദുൽ റസാഖ് ബാഖവിക്ക് എന്താ റുഖിയുടെ വിഷയത്തിലെ നിലപാട്? നിഅമത്തുല്ലാ ഫാറൂഖിക്ക് എന്താണ് സിഹർ വിഷയത്തിലെ നിലപാട്? പറഞ്ഞു കൊടുക്കാൻ ജനങ്ങളോട്. സിഹർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. കേവിന്റെ ഈ ക്ലിപ്പ് നാട് നീ ഇറങ്ങിയപ്പോ നമ്മളെ ഹിദായ മൾട്ടിമീഡിയക്കാരുണ്ടല്ലോ, ഏത് ജിന്നിനെ ബൈക്കുമ കയറ്റിക്കൊണ്ടയാളവനെ. ഹിദായ മൾട്ടിമീഡിയ നജമുദ്ദീന് ഓരോ ജിന്നിനെ ഓരോ ബൈക്കിൻ ബാക്കിന് ഇരുത്തിക്കൊണ്ടായ മനുഷ്യനാണ്. ഓൻ എന്നോട് പറഞ്ഞതാ. രാത്രി 12 മണിക്കോ ബൈക്കും കൊണ്ട് പോകുമ്പോ ഒതുക്കിങ്ങനെ ഒരാൾ കൈയാട്ടി വണ്ടിമ കയറി. അങ്ങനെ വർത്തമാനം പറഞ്ഞങ്ങനെ പോയി 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 പൊന്മളെത്തിയപ്പോ പിന്നെ ആളെ കാണാനില്ല. അപ്പൊ നോക്കുമ്പോ ജിന്നൂല. അതാണ് ഹിദായന്റെ ആള്. അപ്പൊ സംഗതി ആ ജിന്ന് ഓന്റെ ഉള്ളിൽ കയറിയ നമുക്ക് മനസ്സിലാണത്. അതാണ് കാണാനായത്. അല്ലാതെ വേറെടുക്കാൻ പോയി വേറെടുക്കാൻ പോകും. ബൈക്കുമ്പോ കയറി ജിന്ന് പിന്നെ വേറെടുക്കാൻ പോയത്. ചങ്ങായി എന്റെ ബൈക്കിനേക്കാളും സ്പീഡിൽ പോണ ജിന്ന്. പിന്നെ വരെ വികലാംഗനൊക്കെയാണ് ചിലപ്പോ കയറിക്കൂടെ ഇല്ല. വികലാംഗൻ ജിന്നുണ്ടാവും, ചിറകൊടിഞ്ഞത്, പാറാൻ കഴിയാത്തത്, കാലൊടിഞ്ഞത്. അപ്പൊ ചിലപ്പോ കിട്ടുന്ന വണ്ടിക്കാ നമുക്ക് പറ്റിയ ആളാ, എന്നാ പിന്നെ ഓന്റെ ബൈക്കിൽ ഓന്റെ മേത്തൊക്കെ കയറി വെക്കുക എന്നേക്ക് ചിലപ്പോ കയറിക്കൂടെ ഇല്ല. കാവുമ്പുറത്ത് അബ്ദുറഹ്മാൻ സാരിണ്ട് വളാഞ്ചേരി. അയാൾ പറഞ്ഞെന്താ, ഞാൻ സുബീസ്കരിക്കാൻ പള്ളിക്ക് പോകുമ്പോ മുളങ്കൂട്ടത്തുനിന്ന് ജിന്നുണ്ട് വന്നിട്ട് എന്റെ തലയിൽ കൂടി കവച്ചു വെച്ച് പോയില്ല. ഇങ്ങനെ ജിന്നിനെ കണ്ടവരാ ഇപ്പൊ ജിന്നു ഊരി നമ്മൾ പിന്നെ കിടക്കുന്നത്. അപ്പൊ ആവട്ടെ, ഏതായിരുന്നാലും ശരി, ഈ സിഹറുമായി ബന്ധപ്പെട്ട ക്ലിപ്പ് നമ്മുടെ നാടിനെ കൊണ്ടുവരുന്നപ്പോ ഇവനൊരു പണിപ്പിച്ചു. മൂപ്പഴുത്ത് പോയി, അല്ല മോൻ നിങ്ങൾ സിഹർ നിഷേധിക്കുന്നുണ്ട്, ജിന്നു ബാധ നിഷേധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ശരിയാണോ? മൂപ്പനെ മുഴുവൻ ഞാൻ ജിന്നിനെ നിഷേധിച്ചിട്ടില്ല. ജിന്നിനെ നിഷേധിച്ചു. ജിന്നിനെ നിഷേധിച്ചോന്നല്ല ചോദിച്ചത്, ജിന്നു ബാധ നിഷേധിക്കുന്നുണ്ടോന്നാ മറുപടി. ജിന്നിനെ നിഷേധിക്കുന്നില്ല. കാരണം എന്തൊരു ക്ലിപ്പ് ഉണ്ടാക്കണല്ലോ. പിന്നെ അവൻ തിരിച്ച് വീണ്ടും ചോദിച്ചു. അപ്പൊ പറയേണ്ടി വന്നു. കേട്ടോ നിങ്ങൾ ആ ഇന്റർവ്യൂ, കേബിലുള്ള ഇന്റർവ്യൂ. സാറ് പിന്നെ എന്താണ് ഒരു ഹദീസ് നിഷേധിയാണ്, ഇതൊക്കെ നിഷേധിക്കുന്ന ആളാണ്, ഒരു അക്കലാനിയാണ് എന്നൊക്കെ. ഇതൊക്കെ നിഷേധിക്കുന്ന ആളാണ്, ഒരു അക്കലാനിയാണ് എന്നൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ജിന്ന് ബാധിക്കുക, അതേപോലെ സിഹർ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിന് ഒന്നും നിങ്ങൾ അംഗീകരിക്കണില്ല, സിഹ്ർ അംഗീകരിക്കണില്ല. അതേപോലെ നിങ്ങൾ മാത്രമല്ല വേറെയും ഒത്തിരി പേര് ഇത് വ്യാപകമായിട്ട് ഇതാണ് SLRCയിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ സിഹ്ർ അതേപോലെ ജിന്ന് ബാധ ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇത് KJUവിന്റെ നിലപാടിന് എതിരാണോ നിങ്ങളെ നിലപാട്? എന്നല്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞു. ഒരിക്കലല്ല. ഞാൻ ജിന്നിനെയോ സിഹിറിനെയോ ബാധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് ആളുകൾ വരാറുണ്ട്. ഇതില്ലേ അതൊക്കെ ആരെ അംഗീകരിക്കാനൊക്കെ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു രോഗിന്റെ കൊണ്ടുവന്നിട്ട് റസൂൽ എന്നല്ല പറഞ്ഞത്, ഉഖ്റുജ് അദുവല്ലാ വാന റസൂലല്ലാ, അള്ളാന്റെ ശത്രു പുറത്തു പോകണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഇന്ന് ആ വാചകം ഉപയോഗിക്കാൻ ആർക്ക് കഴിയുന്ന എന്റെ ചോദ്യം. ഹദീസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് ഒരു ജിന്ന് ബാധ വന്നു, ഞാൻ പറയാം അള്ളാന്റെ ജിന്ന് ചെറുത്താനെ ജിപ്പോ ജി അള്ളാന്റെ ശത്രുവാണ്, ഉഖ്റുജ് അദുവല്ലാ വാന അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇസ്ലാമിൽ എന്തെല്ലാം വാന അബ്ദുൽ ലത്തീഫ് എന്ന ഓന്ത എന്നത്ര എനിക്ക് വേണ്ടത് മതി, ഓൻ പോവില്ല. കേവി പറയാ ഉഖ്റുജ് അദുവല്ലാ വാന അബ്ദുൽ ലത്തീഫ്. അപ്പൊ ജിന്നെന്ത് പറയാ, അന്നെ എനിക്ക് കിട്ടേണ്ടത്, ഞാനും കുറച്ച് കാലം എന്നെ തന്നെ എടുക്കരുത് എന്നല്ലേ പറയുള്ളൂ, പോകൂല. കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ നിഷേധിക്കാൻ ഞാനാര്? ഞാൻ അതുപോലെ റസൂൽ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമോ എനിക്ക്? അതാ ഞാൻ പറഞ്ഞ എനിക്ക് കഴിയില്ല. അപ്പൊ കണ്ടോ എന്താ മൂപ്പ പ്രശ്നം? നിഷേധിക്കാൻ ഞാനാരാ, പക്ഷെ നബി ചെയ്തപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുമോന്നാ. പിന്നെ ഇപ്പൊ കുറെ ന്യായം പറയാ, നബി സ്വർഗം കണ്ടിട്ടുണ്ട്, എനിക്ക് സ്വർഗം കാണാൻ പറ്റോ? എന്നാ അതേപോലെയാണോ റുഖിയ? റുഖിയത്ത് നബി മാത്ര സഹാബ നടത്തിയിട്ടില്ലേ? സഹാബിമാർ നടത്തിയില്ലേ? റുഖിയ മന്ത്രം ചൊല്ലിയില്ലേ? വിഷം ഇറക്കി കൊടുത്തില്ലേ? അതേപോലെ ജിന്നുമായി ബന്ധപ്പെട്ട സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സഹാബത്ത് റുഖിയ നടത്തി പ്രതിഫലം നൽകിയില്ലേ? അവിടെ എന്ത് മീറാജ് പോലെയാണോ അത്? അപ്പൊ അയിമ കെട്ടിയിട്ട് ഈ റുഖിയയും മീറാജ് പോലെ നബിക്ക് മാത്രം, സ്വർഗം കണ്ടതുപോലെ നബിക്ക് മാത്രം, നമുക്കൊന്നും പറ്റൂല എന്ന് വെച്ച് തീർക്കുക അപ്പോഴും ചെയ്യണം. കാരണം മൂപ്പക്ക് അംഗീകരിക്കാൻ വയ്യ, പക്ഷെ ഒരു ക്ലിപ്പ് കിട്ടണം, അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കി കൊടുത്ത മറ്റവൻ കൊടുത്ത ചോദ്യം ഓന്നര കൊടുത്ത മറുപടിയും അതാ കൊടുത്ത മറ്റവൻ കൊടുത്ത ചോദ്യം ഓന്നര കൊടുത്ത മറുപടിയും അതാ സംഗതി. അത് മൂപ്പനായിട്ട് പറഞ്ഞു ഒപ്പിച്ചതേ ഉള്ളൂ. മൂപ്പ അതിന്റെ തൗബയിലുണ്ടാവും ഇത് പറഞ്ഞതിന്. അപ്പൊ എന്താ ഇദ്ദേഹത്തിന് നിലപാട് പറയേണ്ടതുണ്ട്? ഇങ്ങനെ എത്ര ആയത്ത്, എത്ര ഹദീസ്, ഏതെല്ലാം വ്യാഖ്യാനിച്ചു. എന്ന ആയത്തോതിയിട്ടല്ലേ KNM എന്ന സംഘടനയെ അല്ലർക്കീരാന്ന് നിങ്ങൾ അർത്ഥം വെച്ചത്? ഇല്ലേ? അബ്ദുൽ നാസർ മദനി പ്രസംഗിച്ചില്ലേ? കേട്ടോളൂ നിങ്ങൾ. ആയത്തോതിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക പരമവിശിഷ്ടരായ പ്രവാചകവര്യന്മാർ മുഴുവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും അല്ലാഹുവോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ജനവിഭാഗക്കാർ മനസ്സിലാക്കേണ്ടത് അമിതമായ വാദങ്ങളെ കൊണ്ട് ഈ സ്ഥാനത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് അല്ലാഹുവാണ് ഈ കാര്യങ്ങളെ അല്ലാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അല്ലാഹു തന്നെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനം എന്നത് പ്രവാചകത്തിന് വേണ്ടി പ്രഖ്യാപിച്ചതുപോലെ എവിടുന്ന ഈ വ്യാഖ്യാനം കിട്ടിയത്? എന്ന ആയത്തിൽ ഈ പ്രസ്ഥാനത്തെ അള്ളർക്കിയ അള്ളാഹു തന്നെ കാത്തു സംരക്ഷിക്കുന്ന എവിടെ കിട്ടിയ അർത്ഥം? ഇത് ദുർവ്യാഖ്യാനമല്ലേ? ദുർവ്യാഖ്യാനമല്ലേ? ആണ്. ഇതാരാ പഠിപ്പിച്ചത്? അഭൗതികം പഠിപ്പിച്ച കുബൂരികൾ തന്നെ. അഭൗതികം പഠിപ്പിച്ച കുബൂരികള്, ദുആക്കൾക്കും പഠിപ്പിച്ചതാരാ? കുബൂരികള്. ഗൈബ് ശൈത്താൻ അറിയും പഠിപ്പിച്ചതാരാ? കുബൂരികള്. അതേ കുബൂരികൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ ആയത്ത് സംഘടനയ്ക്ക് തെളിവാണ്. ഏത് കുബൂരി? ഇപ്പൊ പുറത്താക്കപ്പെട്ട മുടിവാത്തിൽ ആടിയുലയുന്ന നൗഷാദ് ഹസനി, അയാൾ പറയട്ടെ ഇതേ ആയത്തോതിട്ട്
എന്താ ഉസ്താദേ, ഞങ്ങളെ തൗഹീദ് ഇങ്ങനെ മാറുകയാണ്, ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളത് മുജാഹിദിനെ അറിഞ്ഞുകൂടാ, വല്ലാത്ത ഒരു സമയം. സഹോദരന്മാരെ, മനുഷ്യനിർമ്മിത പ്രസ്ഥാനത്തിന് ഒരിക്കലും ദീർഘായുസുണ്ടാകൂല. ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ സുന്നത്ത് ജമാഅത്തിനെ, ദീനുൽ ഇസ്ലാമിനെ നമ്മളാണ് അവതരിപ്പിച്ചത്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തുന്ന ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് നന്നാകണം ഇല്ലായി പറയുന്നത്. സൂക്ഷ്മത കാണിച്ചു. സുന്നത്ത് ജമാഅത്തിനെ ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞുള്ളൂ. ഓനെ പാർട്ടിയെ അതിന്റെ ഉള്ളിലാണ് കയറ്റിവിടാനാണെങ്കിലും മറ്റോനോ ഈ പ്രസ്ഥാനത്തെ അള്ളാഹു ഇറക്കിയത് അത് അള്ള സംരക്ഷിക്കുന്ന. പിന്നെ എന്തിനാ ഞങ്ങളെ കൊണ്ട് ബേജാറാകണത്? ഞങ്ങളെ കൊണ്ട് എന്തിനാ ബേജാറാകണത്? ഈ ആയത്ത് KNM അത് സംരക്ഷിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കൂടെ നിങ്ങൾ പിടിച്ചത് ആവശ്യമുണ്ടോ? ഇങ്ങനെ എത്ര ആയത്ത് വ്യാഖ്യാനിച്ചു, എത്ര ആയത്ത്. പണ്ട് അബ്ദുസ്സലാം സലമി ആയത്തോതി പറഞ്ഞു ശൈത്താനെ പേടിക്കണ്ട. അതേ ആയത്തോതി അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ശൈത്താനെ പേടിക്കണ്ട. സലാം സലമി ഓതിയപ്പോഴോ അനസ് മുസ്ലിയാരും മനീഫ് കായക്കൊടിയും പിന്നാലെ കൂടി വണ്ടിയെടുത്തിട്ട്, അബ്ദുറഹ്മാൻ സലഫി ഓതിയപ്പോഴോ അപ്പോഴും പിന്നാലെ കൂടി. പക്ഷെ അന്ന് കൂടിയത് എതിർക്കാൻ, ഇപ്പൊ കൂടിയത് ന്യായീകരിക്കാൻ. അതാ വ്യത്യാസം. സലാം സലമിനെ പിന്നാലെ കൂടി എതിർക്കാൻ വേണ്ടി, സലഫിനെ കൂടെ കൂടിയോ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെ എത്ര ആയത്ത് വ്യാഖ്യാനിച്ചത്. എന്നിട്ടാണ് നമ്മൾ വ്യാഖ്യാനിച്ചു, ഫൈസൽ മുസ്ലിയാർ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എന്തെല്ലാം പറഞ്ഞവരെ പറയട്ടെ, നമുക്കതൊക്കെ പരലോകത്തേക്ക് വെക്കാം. എന്തെല്ലാം എന്നെയും എന്റെ വാപ്പാനെയും അടക്കം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഖൈറാണ്, നമ്മൾ ഖൈറായി കാണുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലായി സംവാദത്തിന് മൂപ്പരുണ്ടാവൂല, സംവാദത്തിന് മൂപ്പര് വരൂല. നമുക്ക് മനസ്സിലായില്ല. കാരണം മൂപ്പര് പറയാൻ മറുപടിയുണ്ട്. അതിന് മുമ്പ് മൂപ്പര് വെല്ലുവിളി കാണണല്ലോ. നമ്മളന്ന് വെല്ലുവിളിച്ചതും അദ്ദേഹം വെല്ലുവിളിച്ചതും അദ്ദേഹം ഏറ്റെടുത്തതും എല്ലാമാണ്. എന്നിട്ട് മൂപ്പര് ഇപ്പൊ പറയുന്നത് എങ്ങനെ ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി വരിക? മൂപ്പർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് കായക്കൊടി കൂടി പറയിപ്പിച്ചു കൊടുത്തു. കായക്കൊടി പറഞ്ഞു ഫൈസൽ മുസ്ലിയാരുമായി സംവാദത്തെ അബ്ദുറഹ്മാൻ സലഫി വരെ നടക്കൂല, മൂപ്പരെ പറഞ്ഞേക്കൂല. ഇതെന്നാ അന്ന് പറഞ്ഞാ പോലെ, ഇത് അന്ന് പറഞ്ഞാൽ പോലെ. അതിന് പോലെ കാരണരസം കേട്ടോളൂ. കായക്കൊടി പറയട്ടെ എന്താ വരാത്തത് എന്നാ. നിങ്ങൾ ആലോചിച്ചു, ഇവിടുത്തെ ഒരു സാധാ ടീമും ബ്രസീലിന്റെ ടീമും തമ്മിലുള്ള ഒരു ഫുട്ബോൾ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? മലപ്പുറക്കാരുടെ കളിയാണല്ലോ. ഇവിടുത്തെ ഒരു ലോക്കൽ ടീം, ഒരു സെവൻസ് ക്ലബ്, അതേപോലെ ബ്രസീലിന്റെ ദേശീയ ടീമും തമ്മിലുള്ള കളി എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ആരും പോകില്ല. കാരണം എന്താ, അതൊരു കാണേണ്ട കളിയാവില്ല. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അവിടെ കണ്ടോ, അബ്ദുറഹ്മാൻ സലഫി അവിടെ നിൽക്കട്ടെ, മൂപ്പരെ പറ്റൂല. കാരണം എന്താ, ബ്രസീലിന്റെ ടീമും ഒരു സാധാ മലപ്പുറത്തെ ലോക്കൽ ടീമും തമ്മിൽ കളിക്കാൻ ആരും പോകുമെന്നാ. ഓർക്കിപ്പോ ഇതൊക്കെ ഫുട്ബോളാണ്. ഓർക്കിതൊക്കെ ഫുട്ബോളാണ്. ഓർക്ക് ഇത് അത്ര കണ്ടിട്ടുള്ളൂ. ഇതൊരു കളി. ഇതാ ഞങ്ങളിപ്പോ അബ്ദുറഹ്മാൻ സലഫിയുടെ കളിയാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ മൂപ്പര് കളിക്കുക വെച്ച് വേണ്ട. ഞങ്ങൾ ബ്രസീൽ ടീമിനെ മൊത്തം വിളിച്ചിട്ടില്ല. ബ്രസീൽ ടീമിന് കാക്കല്ലേ, ആ കാക്കാനെ വിളിച്ചത്. ആ കാക്കാനെ വിളിച്ചത്. ബ്രസീൽ ടീം മൊത്തം വരണ്ട. ആ കാക്കണ്ടോ കളിക്കാൻ നോക്കുന്നത്? അതെന്തേലും പേടി. എന്നിട്ട് ഓന് പറഞ്ഞതോ കാക്ക മാത്രം പോലെ ബ്രസീൽ ടീം മൊത്തം വേണമെന്ന. അനസ് മുസ്ലിയാർ വരും, ഹനീഫ് കായ്ക്കൊടി വരും, യാസർ സുലൈമി വരും, അബ്ദുറഹ്മാൻ സലഫി വരും. അപ്പൊ ബ്രസീൽ പറ്റും. അപ്പൊ ടീം മൊത്തം മലപ്പുറത്തെ ടീമേജ് കളിക്കാം, കാക്ക മാത്രം പോകൂലാന്ന്. ഇത് ചങ്ങായിമാരെ, ഇതാണ് പിന്നെ അള്ളാഹുവിന്റെ ദീനുമായി കളിച്ചാലുള്ള അപകടം. എന്നിട്ട് പറയാം അബ്ദുറഹ്മാൻ സലഫി എടുക്കട്ടെ എന്നാ. ഇത് സംഗതി എന്താ അറിയോ? സംഗതി ബ്രസീലും ടീമും കാക്കൈക്കോട്ടെ, അങ്ങനെ തോന്നിന് ഒരുക്ക്. പക്ഷെ ഓരിവിടെ പിന്നെ വേൾഡ് കപ്പിന് വന്നപ്പോഴാണ് കുട്ടികളെ പന്തളിച്ചിടേണ്ടത്. അപ്പൊ കയ്യോട് തട്ടിയപ്പോ ഇവൻ പറഞ്ഞു എന്റെ കളി ഫൗളാണ്. കുട്ടികളെ പിന്നെ ഫൗളല്ല, അതിന് കച്ചറായി ബഹളായി. ഇപ്പം വലിയ കളിക്കാരനല്ലേ, അതോട് പറഞ്ഞ സംഗതി മറ്റവും വോളിബോളാ കളിച്ചത്. അതിപ്പോ നോക്കിയിട്ടില്ല, ആ കോഴത്തിലാ. അപ്പൊ അങ്ങോട്ട് വെല്ലടിക്കുമ്പോ ചിലപ്പോ കുട്ടികൾ എന്ത് പറയും, അങ്ങോട്ട് വലിയ കളിന്റെ മര്യാദ നമ്മൾ നോക്കുക, കളിന്റെ നിയമം എന്താ നമ്മൾ നോക്കുക. ഇപ്പൊ എന്ത് വലിയ കാക്കായി കുട്ടികൾക്ക് എന്താ ഒരു ഉറപ്പന്നെ രക്ഷിട്ടില്ലാന്നുള്ളത്. അതപ്പോ നടന്നത്. ഇയാളല്ലേ ചോദിച്ച അമ്മോട് നിങ്ങളുണ്ടോന്ന്. ഞാൻ അങ്ങ് വെല്ലുവിളിച്ചു, അയാൾ ഇങ്ങോട്ടും വെല്ലുവിളിച്ചു. ഉണ്ടായില്ലേ? അന്ന് ഈ ഓർമ്മല്ലേന്നോ? പെരിന്തനം തന്നെ വെച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫിയാ വെല്ലുവിളിച്ചത്.
തെളിയിക്കാൻ തയ്യാറുണ്ടോ? ഫൈസൽ മുസ്ലിയാർ വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച് ഈ അബ്ദുറഹ്മാൻ സലഫിയ അന്ന് മൂപ്പർക്ക് ഓർമ്മല്ലേ ഇത് മലപ്പുറത്തെ സൂപ്പർ സ്റ്റുഡിയോയാണ്, മൂപ്പര് ബ്രസീലെ കാക്കയാണ് എന്ന് മൂപ്പർക്ക് അന്ന് ഓർമ്മല്ലേ? കേട്ടോ നിങ്ങൾ പെന്തമണ്ണ മൂപ്പരെ വെല്ലുവിളി. ഈ ആയത്തോടിയ മുസ്ലിയാര് നിന്റെ പേരിൽ കളവ് പറഞ്ഞവനാണ്. ആ മുസ്ലിയാര് ഇബ്നു അബ്ബാസിന്റെ പേരിലും കളവ് പറഞ്ഞിരിക്കുന്നു. ഇബ്നു അബ്ബാസിന്റെ വാചകം ഉദ്ധരിച്ചത് ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, ആ വാചകത്തില് ഇസ്തിആനത്തിന്റെ ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തു ശിർക്കാണെന്ന് മുസ്ലിയാര് വാദിച്ചതോടെ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഞാൻ വെല്ലുവിളിക്കുമ്പോൾ സുഖമില്ലാതെ കിടന്നപ്പോൾ വിളിച്ചു എന്ന് നാളെ പറയണ്ട. ഇന്നലെ ആക്രോശിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇനി എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ആ മറഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് ആ ബൈലക്സിലൂടെയെങ്കിലും ഒന്ന് പറ. എവിടെയാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം? ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞ വാചകം വായിക്കൂ. ജനങ്ങളൊന്ന് കേൾക്കട്ടെ, അറബി അറിയുന്നവർ മനസ്സിലാക്കട്ടെ. സഹാബത്തിന്റെ പേരിലും കളവോ, സഹാബത്തിന്റെ പേരിലും ഇബ്നു അബ്ബാസിന്റെ ഒന്നുമില്ല. അറിയുന്നില്ലേ? ആശാരിശിയെയും കടിച്ചു പിന്നെയും ശ്വാനൻ മുന്നോട്ടെന്ന് പറഞ്ഞതുപോലെ ഈ ശ്വാനൻ വീണ്ടും മുന്നോട്ടാണ് പോകുന്നത്. അതേ പോകുന്ന കുർത്തുബിയുടെ പിന്നാലെ. എന്നിട്ട് പറയുന്നു, കുർത്തുബിയും പറഞ്ഞു. എടോ, കുർത്തുബി പറഞ്ഞത് നിനക്കറിയുമോ? വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയുമെങ്കിലൊന്ന് വായിച്ചർത്ഥം പറ. അതിൽ ഏത് വാക്കിനാണ്, ഏത് വാചകത്തിനാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന വാചകം അതിൽ ഏതാണ്? അതൊന്ന് തൊട്ട് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കാണിക്ക്. മുന്നിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ധൈര്യത്തിലൂടെയെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് വായിച്ചു കൊടുക്ക്. കണ്ടോ, ഇയാള് പെരുന്തൽമണ്ണ വെല്ലുവിളിച്ചതാ. കളവാണെന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസിന്റെ പേര് കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഖുർത്തുബിന്റെ പേര് കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു. വായിക്കാൻ വാ എന്നാ മുപ്പേ വെല്ലുവിളിച്ചത്. മുപ്പേ ഇടകിന് നോക്കണ്ട. അതിപ്പോ സദസ്സിൽ ആരെങ്കിലും ആയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാ. അല്ലെങ്കിൽ അങ്ങനെ ഇളകൂല. എന്നിട്ട് അങ്ങനെ വെല്ലുവിളിച്ചു. ശരി, നമ്മൾ റെഡി എന്ന് പറഞ്ഞു. ചെന്നപ്പോ പറയാ, നിങ്ങൾ സൂപ്പർ സ്റ്റുഡിയോ, നമ്മൾ പ്രൊസീഡ്, അത് പറ്റൂല. പിന്നെ എന്തിനാ കാക്ക ഈ വെല്ലുവിളിച്ചത്? ഇതല്ലേ നമുക്ക് ചോദിക്കാനുള്ളൂ. നമ്മളെന്നിട്ടൊന്നും ഉദ്ദേശിച്ചല്ല, മാന്യമായി ചോദിച്ചതാ. ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണോ? ഞാൻ സലഫി വരച്ച് നമുക്ക് സംവാദം നടത്താം. മാന്യമായി പറഞ്ഞതാ. അതിനാണ് ഈ ആർപ്പുകളൊക്കെ. ഇത് മുപ്പ് ധൈര്യമായി പറയാൻ അന്ന് ഞാൻ ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്തായത്. അതുകൊണ്ടാണ് മൂപ്പര് പറഞ്ഞത്, ഇനി ധൈര്യം മുമ്പിൽ വരാൻ ധൈര്യമില്ലെങ്കിൽ ബൈലക്സെങ്കിലും ഭാവന. അതിനാണ് കാരണം അന്നവിടെ കെടുക്കാൻ മൂപ്പർക്ക് ഉറപ്പാ വരൂലാന്ന്. അതൊക്കെ കഴിഞ്ഞ് ഭാര്യയിലൊക്കെ ശരിയായി പുറത്തിറങ്ങി ചെന്ന് നോക്കുമ്പോൾ, നിങ്ങൾ മലപ്പുറത്ത് ലോക്കൽ ടീമല്ലേ, നമ്മൾ ബ്രസീലല്ലേ എന്നാ. ഇതാണ് ഇവരൊക്കെ തനി നിറം. എന്നിട്ടാണ് അവിടെ വെല്ലുവിളിച്ചു, ഇവിടെ വെല്ലുവിളിച്ചു. ഫൈസൽ മുസ്ലിയാരെ കണ്ടില്ലാറത്. ധൈര്യം ഉണ്ടെങ്കിൽ ഇനിയും തയ്യാർ. ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്ന് നിങ്ങൾ ആരോപിക്കുന്ന കാലത്തോളം ആ വെല്ലുവിളി നിലനിൽക്കും. അത് തുറന്ന് പറയും, ഇല്ല എനിക്ക് പറ്റൂലാന്ന്. അപ്പൊ ബാക്കി നോക്കാം നമുക്ക്. അതുകൊണ്ട് പറയട്ടെ, എന്താ അപ്പന് ബ്രസീല്, എന്നെ ബ്രസീലിക്ക് പോയി അങ്ങനെയാണ് പോകാൻ പറ്റില്ല. ഗൾഫിക്ക് ഇപ്പൊ കയറാൻ പറ്റൂല, പാസ്പോർട്ട് അവിടെ SI എടുത്താണുള്ളത്. അങ്ങനെയാണ് പോകാനായിട്ടില്ല. കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ വെല്ലുവിളിച്ചു. അന്ന് മൂപ്പര് പറഞ്ഞ എന്താ, ഈ സലഫി വന്നില്ലെന്ന് പറയണ്ട എന്ന് പറഞ്ഞിട്ട കോഴിക്കോട് കടപ്പുറത്ത് ഏറ്റെടുത്തത്. അവിടുത്തെ ആ ഏറ്റെടുക്കൽ കേട്ടോളി. കോഴിക്കോട് കടപ്പുറത്ത് മുമ്പ് ഏറ്റെടുത്തത് ോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നതാണ് ഞങ്ങളുടെ ആദർശം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ഒരു സലഫിസത്തിന്റെ ആളുകളായി രംഗത്തിറങ്ങിയിട്ടുള്ള ഇവരോട് പറയാനുള്ളത്, ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷേ വ്യക്തിയുടെ നേരെയല്ല വെല്ലുവിളിയുമായി വരേണ്ടത്. അതെ, കണ്ടോ, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ആ പക്ഷേ നമുക്ക് പ്രശ്നം അതാണ്. ഒഴിവാക്കിയിട്ട് ഇപ്പുറത്ത് നിൽക്കാൻ പറ്റുമോ? റസൂല് പറഞ്ഞില്ലേ, ലാ ശരീക്കെന്ന നിർത്തിക്കാളീൻ, ലബ്ബൈക ലാ ശരീക ലക് വൈലക്കും ഖദീൻ, അവിടെ നിർത്തൂ. പക്ഷെ ഒരു വാക്യം പറഞ്ഞു, ഇല്ലാ ശരീകൻ ഹുവ ലക എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. ശരി, മദീന സലഫി ഇനി ബാക്കി പറയണ്ട. പക്ഷേ
അവിടെ പ്രശ്നം. പി എന്ന് വരണം, ഹുസൈൻ സലഫി വരണം, സക്കരിയ സ്വലാഹി വരണം, ഫൈസൽ മുസ്ലിയാരും വന്നോട്ടെ. ഇപ്രാവശ്യം നസറുദ്ദീൻ റഹ്മാനെയും കൂട്ടിക്കണേ, അതും കൂടെ ആയിക്കോട്ടെ എന്നാ. അപ്പൊ ഒരിക്കൽ മലപ്പുറത്തെ ടീം പറ്റും. എന്താണ് അനീഫ്ക്കായിക്കൂടെ നിങ്ങൾക്ക് പറ്റിയത്? ഞങ്ങൾക്ക് ഉറപ്പാ, ഒന്ന് സലഫിക്കത് കഴിയൂല, മറ്റൊന്ന് മൂപ്പരങ്ങൾ പറഞ്ഞേക്കൂല. മൂപ്പരെ പറഞ്ഞേക്കൂല. കാരണം മൂപ്പര് വന്ന് മൂപ്പയ്ക്ക് സുഖറും പ്രസവം കയറി എന്നത് പറയാമെന്ന് മൂപ്പയ്ക്ക് അറിയില്ല. അത് നല്ല ബോധ്യം അനീഫ്ക്കായിക്കുണ്ട്. അതുകൊണ്ട് ഓല് പറഞ്ഞ് സലഫി അവിടെ നിൽക്കട്ടെ. സലഫി അങ്ങനെ നിൽക്കാൻ പറ്റൂല. ഒന്നിക്ക് മുമ്പ് മര്യാദക്ക് നിൽക്കുക എന്നാ പ്രശ്നമില്ല. മര്യാദക്ക് നോട്ടെ എന്നാ ഒരു വെല്ലുവിളിയില്ല, സംവാദം വേണ്ട, ഒന്നും വേണ്ട. അല്ലാത്ത കാലത്തോളം അവിടെ നിൽക്കാൻ നമ്മൾ സമ്മതിക്കൂല. അത് രണ്ടാളും തുറന്ന് സമ്മതിക്കണം. അല്ലാതെ നാട് മുഴുവൻ നടന്നിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്തേക്ക് പറ്റൂല. നമ്മൾ ബ്രസീൽ, നിങ്ങൾ മലപ്പുറം, അത് പറ്റൂല. അതുകൊണ്ട് ഇനി ആരാ ബ്രസീൽ, ആരാ മലപ്പുറം, മനുഷ്യന്മാർ തീരുമാനിച്ചോട്ടെ. അതിനെന്ത് എത്ര പ്രയാസമുള്ളത്? അതുകൊണ്ട് അത് കൃത്യമായ നിലപാട് നിങ്ങൾ പറയണമെന്നാണ് എന്റെ അഞ്ചാമത്തെ ചോദ്യം ഉള്ളത്. ഈ വിഷയത്തിൽ എന്താ തുറന്നിട്ട് പറയും. കഴിയൂലെങ്കിൽ കഴിയൂലെന്ന് പറയും. കഴിയും, പക്ഷെ നമ്മൾ ഇല്ലാന്നാണോ അതിങ്ങനെ പറയും. അല്ലാതെ സലഫിയോടെ കേട്ടെ ഞാനുണ്ട് ആരെ കായക്കൊന്നെ വെല്ലുവിളിച്ച്. ആ ചങ്ങായി കിതാബ് തുറക്കാൻ പേര് ഫോട്ടോ എടുക്കാൻ പോയ അയാളെ ഇനി ബുദ്ധിയുള്ള വെല്ലുവിളിക്കും. അവിടെ കായക്കൊന്നെ വെല്ലുവിളിച്ചിട്ടില്ല. ഇനി കായക്കൊടി എവിടെയും അത് പറയുകയും വേണ്ട. മൂപ്പയ്ക്ക് ഈ ജന്മത്തിന് ഇനി സംവാദം നടത്തായിട്ട് കഴിയൂല. ഖുറാഫായിട്ടും കഴിയൂല, ഒരു ടീമേറ്റും കഴിയൂല. ഇനി വീട്ടിലവിടെ കുത്തിറക്കാന്നല്ലാതെ ഒരു പണി നടക്കൂല. അതുകൊണ്ട് മൂപ്പരെ വെല്ലുവിളിച്ചത്. മൂപ്പര ഇങ്ങനെ എട്ടുകാലി വമ്മുഞ്ഞനെ പോയി ഞാണ്ട് ആരെ മൂപ്പര ചോദിച്ചു, ഇത് എവിടെ ഗർഭുണ്ടായ ഇന്റതാണ് അത് എട്ടുകാലി വമ്മൂഞ്ഞ്. ആർക്ക് ഏത് പെൺകുട്ടികൾ ഗർഭുണ്ടായാലും പറയും അതിൻ്റെ ആള് ഞാനാണ്. ഗർഭം കേട്ടാൽ മതി, അപ്പോഴേക്കും അതിൻ്റെ ആള് ഞാനാ. അപ്പോഴാ പിന്നെ പെട്ടത് സംഗതി ഗർഭമുള്ള ആനക്ക. ഇത് ആലോചിച്ചിട്ടില്ല. അപ്പോഴാണ് അതിൻ്റെ ആള് ഞാനാറുന്നത് എന്ന് പറഞ്ഞ പോലത്തെ പറച്ചിലാണ് ഇപ്പഴേ പറയണത്. അപ്പൊ കായക്കൊന്നെ വെല്ലുവിളിച്ചിട്ടില്ല. മൂപ്പ കേട്ട് കഴിയൂല. മൂപ്പരെ മുണ്ടാതെ അവിടെ ഇരുന്നോട്ടെ. ഇയാളുണ്ട് പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ അത് പറയാ, ഇല്ലേ അത് തുറന്നു പറഞ്ഞാൽ മതി. എന്നാ പിന്നെ പിന്നാലെ കൂടൂല. അതിന് കൃത്യമായ മറുപടി കിട്ടുന്നവരെ അത് ഇൻഷാല്ലാ ചോദിച്ചുകൊണ്ടേയിരിക്കും. മുജാഹിദീങ്ങൾക്ക് ആവശ്യമുണ്ട് ആ ചോദ്യത്തിന്റെ മറുപടി, അത് നിങ്ങൾ പറയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കമായി നിങ്ങൾ എടുത്തിട്ടത് യാ ഇബാദുള്ളയാണല്ലോ. അതാണ് നിങ്ങൾ എടുത്തിട്ട പ്രശ്നം. എങ്കിൽ ആ യാ ഇബാദുള്ളയിൽ പറയപ്പെടുന്ന വിളി, അതിനുള്ള വിളി, ആ വിളി ശിർക്കാണെന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ, ഒരൊറ്റ പണ്ഡിതനെ ലോകത്ത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ജീവിച്ചു പോയ സലഫി അഖീദ സ്വീകരിച്ച ഒരു പണ്ഡിതന്റെ പേര് അടുത്ത തവണ ഹനീഫ്ക്കായി കൂടി പറയണം. ഒരാളെ പേര്, അധികമൊന്നും വേണ്ട. തിരിച്ച് 10 15 20 30 എത്ര വേണ്ടി പറഞ്ഞാൽ മതി, അങ്ങോട്ട് വായിച്ചുതരാം. അത് ദുആ അല്ലെന്ന്, അത് ശിർക്കല്ലെന്ന് പറഞ്ഞ എത്ര പണ്ഡിതന്മാരെ വേണം? നിങ്ങൾ എണ്ണം പറഞ്ഞാൽ മതി, എണ്ണി വായിക്കാം. ഒരുപാട് സ്ഥലത്ത് വായിച്ചതാണ്, ഇനിയും വായിക്കാൻ പ്രയാസമില്ല. പക്ഷേ ആ എണ്ണം പറയും മുമ്പ് ഒരൊറ്റ പണ്ഡിതനെ യാ ഇബാദല്ലാഹ് എന്ന ഹദീസിൽ പരാമർശിക്കപ്പെട്ട വിളി ശിർക്കായ വിളിയാണ്, ദുആ ആണ്, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനെ കാണിക്കാൻ പറ്റുമോ? കഴിയില്ലാതെ തെളിവല്ലേ ഉമർ മോഡിക്ക് തെറ്റുപറ്റിയത് പറയേണ്ടി വന്നത്? അതും എവിടെ? തൗഹീദിന്. ഉമർ മോഡിക്ക് തൗഹീദിൽ തെറ്റുപറ്റി എന്ന് പറയുന്നിടത്തേക്കില്ല ഈ മൂവർ സംഘം, ഈ കോക്കസുകാർ അധപതിച്ചിരിക്കുന്നുവെന്ന് മുജാഹിദുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തെല്ലാം പൊല്ലാപ്പുണ്ടാക്കി TPLA പ്രസംഗിച്ചത്. അല്ലാഹു അല്ലാത്തത് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നുവെന്ന് TP പറഞ്ഞല്ലോ. എങ്കിൽ TPയോടാണ്, TP അടക്കമുള്ള കോക്കസിനോടാണ് ആറാമത്തെ ചോദ്യം. ആ ചർച്ച എവിടെയാണ് നടന്നത്? അല്ലാഹു അല്ലാത്തത് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച മുജാഹിദുകൾക്കിടയിൽ നടന്നുവെന്ന് TP പറഞ്ഞെങ്കിൽ അത് എവിടെയാണ് നടന്നത്? ആരാ നടത്തിയത്? ഞങ്ങൾക്കൊന്ന് കാണണം അയാളെ. മുജാഹിദിന്റെ പേരിൽ റബ്ബല്ലാത്തത് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യാൻ ധൈര്യം കാണിച്ചവർ ആരാണ്? അയാളെ കാണണം. അയാളെ എന്നേക്കുമായി ഈ പ്രസ്ഥാന വഴി നിന്ന് പുറന്തള്ളാൻ നിങ്ങളെക്കാൾ മുമ്പിൽ ഞങ്ങളുണ്ടാകും. അതുകൊണ്ട് അതൊന്ന് കാണിച്ചു തരണമെന്നാണ് കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു ചോദ്യം.
അതേപോലെ അബ്ദുൽ ജബ്ബാർ മൗലവി ഏത് ഇസ്ലാഹും പൊക്കിപ്പിടിച്ച് മടവൂരികൾക്കെതിരെ മറുപടി പറഞ്ഞപ്പോൾ ഇത് ശിർക്കില്ലെന്നും ശിർക്കാണെന്ന് സ്ഥാപിക്കാനാവില്ലെന്നും നിങ്ങൾ പ്രസംഗിച്ചു നടന്നുവെന്ന് മാത്രമല്ല, അവസാനം ഗ്രൂപ്പ് യോഗത്തിൽ സിരിട്ട പ്രതി വെച്ച് അബ്ദുറഹ്മാൻ സലഫിയാണല്ലോ പറഞ്ഞത് ഇത് ശിർക്കാക്കാൻ പ്രയാസമാണ്, ഇത് ശിർക്കാക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ഏഴാമത്തെ ചോദ്യം ചോദിക്കാനുള്ളത്, അന്നത് ശിർക്കാക്കാൻ പ്രയാസമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ കിട്ടാത്ത ഏത് തെളിവാണ് പിന്നെ നിങ്ങൾ കിട്ടിയത്? അന്ന് പ്രയാസമുള്ളത് ഇപ്പൊ പ്രയാസമില്ലാതായി മാറിയല്ലോ. ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാത്ത ഏതു ആയത്ത, ഏത് ഹദീസ, ഏത് പ്രമാണമാ, ഏത് തെളിവാണ് ഇത് ശിർക്കാക്കി മാറ്റി അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് എന്നതിനും ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതേപോലെ ജിന്നും മലക്കും അഭൗതികമാണെന്ന് ബുദ്ധിയും പകതിരിയുമുള്ളവനും പറയില്ലെന്നും അന്നും ഇന്നുമെന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണെന്നും 2007 എഴുതി, 2013 അഭൗതികമാണെന്ന് മാറ്റി എഴുതി. ഈ മാറ്റി എഴുതാൻ കിട്ടിയ ആയത്തേത്, ഹദീസേത്, പ്രമാണമേത്? വേണ്ട. അഹ്ലുസുന്നയുടെ സലഫിയാക്കീദ ഉൾക്കൊണ്ട അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഏത് പണ്ഡിതന്റെ അധ്യാപനമാണ് നിങ്ങൾക്കതിന് പ്രചോദനമായത്? 2012 വരെ പറഞ്ഞ ജിന്നും മലക്കും അഭൗതികമല്ലെന്ന ബുദ്ധിമാന്മാരുടെ വാദമായി പറഞ്ഞ വാദത്തെ 2013 അട്ടിമറിച്ച് ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കി മാറ്റാൻ എന്തു തെളിവാണ് നിങ്ങൾക്ക് പുതിയതായി കിട്ടിയത്? കൂട്ടത്തിൽ ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ. ജിന്നിനോടുള്ള ഏത് ചോദ്യവും അഭൗതികമാണെന്നാണല്ലോ പറയുന്നത്. ജിന്ന് അദൃശ്യമാകയാൽ, ജിന്ന് കണ്ണിൽ കാണാത്തതിനാൽ, പഞ്ചേന്ദ്രങ്ങൾക്ക് അപ്പുറത്തായതിനാൽ ജിന്നിനോടുള്ള ഏത് ചോദ്യവും ശിർക്കാണെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ജിന്നിനോടുള്ള ചോദ്യങ്ങൾ മുഴുവനും ശിർക്കാണെന്ന്, മുത്ലഖൻ ശിർക്കാണെന്ന്, എല്ലാം നിരുപാധികം ശിർക്ക് തന്നെ എന്ന് പറയാൻ ഏത് ആയത്തുണ്ട്, ഏത് ഹദീസുണ്ട്? ആ ആയത്തിനും ഹദീസിനും ആരാണ് ആ രൂപത്തിന് മറുപടി നൽകിയത്, വിശദീകരണം നൽകിയത്? ഞങ്ങൾക്കറിയേണ്ടതുണ്ട്. അതും താങ്കൾ പറയണം. ഈ ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ്, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ വരണമെന്നാ സൂചിപ്പിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് റബ്ബിന് തൗഫീഖ് ഉണ്ടെങ്കിൽ തീർച്ചയായും മുജാഹിദുകൾ ഉണ്ടാകും അതിനെ ഖണ്ഡിക്കാൻ. എത്ര അങ്ങോട്ട് പോയാലും ഇൻഷാ അല്ലാഹ് ഈ ആയുസ്സും ഈ ആരോഗ്യവും ഈ റഹ്മാനായ റബ്ബിന് തൗഫീഖും ഉള്ള കാലത്തോളം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ ഖുറാഫിയൻ ചിന്താഗതി, നിങ്ങളുടെ ഈ മടവൂരിയൻ ചിന്താഗതി, ലോക ഖുറാഫികൾ സ്വീകരിച്ച ഈ ആദർശം, അതെ റബ്ബല്ലാത്തവർ ദുആ കേൾക്കുമെന്ന ആദർശം, ജിന്നും മലക്കും ദുആ കേൾക്കുമെന്ന ആദർശം, ശൈത്താൻ ദുആക്ക് ഉത്തരം ചെയ്യുമെന്ന ആദർശം, ജിന്നും മലക്കും അഭൗതികമാണെന്ന ഖുബൂരികളുടെ വാദം, അവിടെ ഇങ്ങോട്ട് തുടങ്ങിയ ഈ വികലവാദങ്ങൾ, യാ ഇബാദല്ലാഹ് ദുആക്ക് തെളിവാണ്, ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് ഖുറാഫികൾ വാദിക്കുമ്പോൾ, അതെ യാ ഇബാദല്ലാഹ് വിളി ദുആ തന്നെ, അഭൗതികം തന്നെ, അതിനാൽ സ്വഹീഹാണെങ്കിൽ തെളിവ് തന്നെ എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടെങ്കിൽ ഈ ഖുബൂരിയൻ ചിന്താഗതി, ഈ സമസ്തയുടെ വിശ്വാസം, ഈ മടവൂരി ചിന്താഗതി, ഈ ചിന്താഗതിയെ പൊളിച്ചെഴുതാൻ ഇൻഷാ അല്ലാഹ് മുജാഹിദ് ഉണ്ടാകും. റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.